ഹലോ. ഹായ്. ഇന്ന് നമ്മുടെ പുതിയ വീടിൻ്റെ ഹോം ടൂറാണ് അല്ലേ? അതെ. വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നല്ല വെയിലാണ്. നടക്ക്. ഓക്കെ. ഇതേ അപ്പോൾ പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ അല്ലേ? അതെ. പുറത്തെന്താ പറയാനുള്ളത്? പുറത്ത് കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല, അകത്തേക്ക് പോകാം. അതായത് വളരെ സിമ്പിളായിട്ടൊരു ഗേറ്റ്, അത്ര തന്നെ അതിനേക്കാളും സിമ്പിളായിട്ടൊരു മതിലും കേട്ടോ. ഇവിടെ ഒന്നും കാര്യമായിട്ട് പണികളൊന്നും ചെയ്തിട്ടില്ല. ഗേറ്റിൽ നമ്മുടെ വീടിൻ്റെ പേരുണ്ട്, എക്സൽ നെസ്റ്റ് 2. ഇത് ഒരുപാട് പണ്ട് മുതലേ നമ്മുടെ വീടിൻ്റെ പേര് അതാണ്. നമ്മുടെ തറവാട്, ഉപ്പാൻ്റെ തറവാട് എക്സൽ നെസ്റ്റ് 1 ആയിരുന്നു. അതിനുശേഷം നമ്മളത് 2 ആയി അല്ലേ? അപ്പോൾ നമ്മുടെ അവിടുത്തെ വീടിൻ്റെ പേര് തന്നെയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ആ പേരും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? ഇങ്ങനെ ഗേറ്റ് കടന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ പോർച്ച് ഉണ്ട്, കാർ പോർച്ച്. പിന്നെ ഇവിടെ അത്യാവശ്യം വലിയൊരു മുറ്റം അല്ലേ? അത്യാവശ്യം വലുപ്പമുണ്ട്. ഈ മുറ്റത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലോട്ട് എടുത്തപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ വീട് പരമാവധി പുറകിലേക്ക് നീക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ചൊരു മുറ്റമുണ്ട്. മുറ്റം ഉണ്ടാക്കിയതാണ് ആക്ച്വലി നമ്മൾ. നമുക്കിവിടെ ഈ ഫ്രണ്ടിൽ റോഡ് അധികം വീതി ഇല്ലാത്തതുകൊണ്ട് ഈ വീട്ടിലേക്ക് ഒരു ബൈക്ക് വന്നാലോ അല്ലെങ്കിൽ 2-3 കാറൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ഈ അകത്ത് തന്നെ കയറ്റിയിടണം. അതുകൊണ്ട് നമ്മൾ വീട് മാക്സിമം പുറകിലേക്ക് നീക്കിയിട്ട് ഈ വരുന്ന ഭാഗത്ത്, വണ്ടി വന്ന് കയറുന്ന ഭാഗത്ത് പരമാവധി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ ഈ ഇന്റർലോക്ക് ഒക്കെ ഇടുന്ന സമയത്ത് ഇത്രയും മുറ്റം ആവശ്യമില്ലായിരുന്നു നമുക്ക് തോന്നിയിരുന്നു കേട്ടോ. അതൊന്നുമില്ല കേട്ടോ, നമുക്ക് കുട്ടികൾക്ക് കളിക്കാനും സൈക്കിൾ ചവിട്ടാനും ഒക്കെ അത്യാവശ്യം ശരിക്കും വൈകിട്ട് രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര വൈബാട്ടോ. കാരണം നമുക്ക് നമ്മൾ താമസിച്ചിരുന്ന വീട്ടില് ചെറിയ മുറ്റായിരുന്നല്ലോ, നമുക്ക് അതിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോൾ കുട്ടികളെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ അവിടെ നമ്മളൊരു സോളാറിൻ്റെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ കാർ പോർച്ച്, ഒരു കാറും ഒരു 2-3 സ്കൂട്ടറൊക്കെ നിർത്തിയിടാൻ പറ്റും. പിന്നെ ഇതാ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നമ്മൾ പറയണ്ടേ? അങ്ങനെ കയറിപ്പോയാൽ എങ്ങനെ ശരിയാവാ? അപ്പോൾ ഇതാണ് വ്യൂ. നമ്മൾ മുൻപൊക്കെ വീടിൻ്റെ വീഡിയോ കാണിച്ചപ്പോഴൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ എക്സ്റ്റീരിയർ ഭംഗിനെ കുറിച്ചിട്ട് ഒരുപാടൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. മീൻസ് എക്സ്റ്റീരിയർ ഭംഗിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഡിസൈനേഴ്സ് ചെയ്തതിന് കുറേ നമ്മൾ കുറച്ചിരിക്കുകയാണ് ആക്ച്വലി. എഡിറ്റ് ചെയ്ത് അതായത് പല സ്ഥലത്തും ഗ്ലാസും ചില വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഗ്ലാസ് നമ്മൾ ഒഴിവാക്കിയതാണ്, അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ബുദ്ധിമുട്ട് അല്ലേ? നമുക്ക് അങ്ങനെ കുറേ ഗ്ലാസ് വെച്ചിട്ടുള്ള പരിപാടികൾ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ അതൊക്കെ അങ്ങനെ വെട്ടിച്ചുരുക്കി അവിടെ ടോപ്പിലൊരു എന്താ പറയാ ഗ്ലാസ് ഉണ്ട്. ആ ഭാഗത്ത് മാത്രം കുറച്ച്, അത് നമ്മുടെ ഒരു ഓഫീസ് റൂമാണ്, അവിടെ മാത്രം ഗ്ലാസ് ഉണ്ട്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനും പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുള്ളത് അല്ലേ? പിന്നെ ഉള്ളത് നമ്മൾക്ക് ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു വിൻഡോ, വലിയ വിൻഡോ ആണ് നമ്മൾ കൊടുത്തത്. നമ്മളൊരു വലിയ ചെടി വെച്ചിട്ടുണ്ട് അല്ലേ? ചെടി സത്യം പറഞ്ഞാൽ നമ്മൾ ചെടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല. ചെടി കുറച്ചൊക്കെ അധികം നമ്മൾ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അപ്പൊ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന നമ്മളെ ചെടിയായിരുന്നു. അപ്പൊ അത് ഇവിടെ കൊടുന്നു വെച്ചു. പോട്ട് പോലും നമുക്ക് നല്ല പോട്ട് വാങ്ങിക്കണം, ഇവിടെ വെക്കണം, വലിയൊരു പോട്ടൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതുപോലും നമുക്ക് മാറ്റാൻ സമയം കിട്ടില്ല. അപ്പൊ ഉള്ള ആ പോട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകി ഇവിടെ വെച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചെടി, ഒരു പാം പ്ലാന്റ്. പിന്നെ നമ്മളെ ക്യാമറ അത് നമ്മൾ പറഞ്ഞില്ലല്ലോ ഇവിടെ. അതായത് നമ്മൾ കുറച്ച് ക്യാമറാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ മുമ്പിൽ തന്നെ ഉള്ള ക്യാമറയ്ക്ക് ചെറിയ പ്രശ്നം, വെച്ചപ്പോൾ തന്നെ പ്രശ്നം. അപ്പോൾ പിന്നെ അത് അവർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർ 2 ദിവസം കൊണ്ട് കൊടുന്ന് വെച്ച് തരുന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഈ ഒരു കോർണർ വന്നപ്പോൾ, അതായത് നമ്മളെ ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിൽ ഓപ്പൺ ടെറസിന് ഇങ്ങനെ ഒരു കോർണർ വന്നപ്പോൾ ആദ്യം തന്നെ വിചാരിച്ചാണ് അവിടെ നമുക്ക് വലിയൊരു ബൊഗൈൻവില്ല അല്ലേ വെക്കണം എന്നൊക്കെ. അത് ഇങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഉണ്ടായിട്ട് പടർന്ന് നിൽക്കുന്ന സാധനം വേണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് തുടക്കത്തിലൊന്നും നേരത്തെ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് വലുതായി വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആവുമെന്ന് വിചാരിക്കുന്നു. വീട്ടിലുള്ളത് അങ്ങനെ വെച്ചിട്ടുള്ളൂ. ഈ മതിലിനോട് ചേർന്നുള്ള ഭാഗത്ത് കുറച്ച് നമ്മൾ ഈ ലോൺ പുൽത്തകിടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു, കുറേ ആലോചിച്ചിട്ടുള്ളതാണത്. അതെ, നമുക്ക് എപ്പോഴും എന്താ പറയാ, പച്ചപ്പ് രണ്ടാക്കും ഒരേപോലെ പച്ചപ്പ് എപ്പോഴും കാണണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ തയ്യൽ വെച്ചു. ഇതിന്റെയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് നമ്മളെ തയ്യ വെച്ചതൊക്കെ. അതൊക്കെ ഈ ഒരു സൈസ് എത്തി. പിന്നെ അതിന്റെ എന്താ പറയാ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ പേൾ ഗ്രാസ് കേട്ടോ,
പേൾ ഗ്രാസ് ആണ് വെച്ചത്. അതായത് പുല്ല് വെക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ്, ഇതിന്റെ മെയിൻ്റനൻസ് ഭയങ്കര പാടാണെന്നൊക്കെ ആയിരിക്കും. ഭയങ്കര പാടാണ്, ഭയങ്കര പാടായിരിക്കും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആഗ്രഹമാണല്ലോ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരു വീട് പണിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹം, ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വെച്ചു. ഇനി നമ്മളെ കൊണ്ട് നടന്നില്ലെങ്കിൽ അതപ്പോൾ പോട്ടെ അല്ലേ, അങ്ങനെ വിചാരിക്കാം. നിലവിൽ എന്തായാലും നമ്മൾ ഇത്രയും ഒരു ഏരിയ ഗ്രാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്തെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലം ഇവിടെയാണ് അല്ലേ, ഈ ഒരു പച്ചപ്പും പിന്നെ അത്യാവശ്യം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു പാർക്ക് ബെഞ്ചൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റണ ആ ഒരു അതിന് വേണ്ടി അതൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ 2 നേരം നല്ലോണം നനക്കണൊക്കെ ഉണ്ട്. ഇനി ഇതിന്റെ പരിചരണം കൂടുതൽ എന്താന്നുള്ളത് നമുക്കറിയില്ല. തുടക്കത്തിൽ നമുക്ക് ആ ഒരു ഉഷാറൊക്കെ ഉണ്ടാവുമല്ലോ. അതെ അതെ അതെ. പക്ഷെ നമ്മൾ പരമാവധി ഇത് നിലനിർത്താൻ നോക്കണം. കാരണം നമുക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി ശരിക്കും. ഇവിടെ ഇപ്പൊ രാവിലെയൊക്കെ ഇവിടെ വന്നിട്ട് മീൻസ് കുറച്ച് നേരം നിൽക്കുമ്പോ ഒരു പ്രത്യേക വൈബാണ്, ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ അതെ, രാത്രിയും തന്നെ രാത്രി നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് ചെറിയ വെളിച്ചം ഇങ്ങോട്ട് വരികയും ചെയ്യും. നമുക്ക് ഇവിടെ ഭയങ്കര ഫീലാണ് അല്ലേ. പിന്നെ നമ്മുടെ ഈ പുൽത്തകിടി നമുക്ക് ചെയ്തു തന്നത് നമ്മുടെ സുഹൃത്ത് അലനല്ലൂരുള്ള ഷിബു ആണ് കേട്ടോ. ഷിബു അത്യാവശ്യം നല്ല വൃത്തിയിൽ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നെ നമ്മുടെ തൈകളൊക്കെ അത്യാവശ്യം നന്നായി വലുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തൊട്ടടുത്ത അയൽവാസികൾ അവരും നമ്മള് ഇങ്ങോട്ട് മാറിയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവരിങ്ങോട്ട് മാറി. നമുക്ക് അകത്തേക്ക് പോവാം അല്ലേ. ആ ഭാഗത്തേക്കാണ് നമ്മുടെ അടുക്കള കേട്ടോ. ഒക്കെ ഇനി നമുക്ക് എന്തായാലും ഉള്ളിൽ ഉള്ള കാഴ്ചകൾ കാണുമ്പോൾ അടുക്കള പ്രത്യേകം എന്താ പറഞ്ഞത്, ഒരു കമന്റ് ഉണ്ടായിരുന്നു, കിച്ചൺ ടൂർ തന്നെ വേണമെന്ന്. ഹോം ടൂർ അല്ല, കിച്ചൺ ടൂർ സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ലിവിങ് റൂമിന്റെ പുറത്ത് ഈ പറഞ്ഞ പോലെ വലിയൊരു വിൻഡോ ഉണ്ട്. അതിന്റെ ഈ ഒരു ഭാഗത്ത് തന്നെ കുറച്ച് പച്ചപ്പ്, പറ്റുന്ന ഭാഗത്തൊക്കെ നമ്മൾ പരമാവധി പച്ചപ്പ് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ സിറ്റ് ഔട്ടിന് ഇങ്ങനെ കയറാം, ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ കയറാം, അതുപോലെ അപ്പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യാം കേട്ടോ. അതിന് 2 ഭാഗം ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് അല്ലേ. വീടിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ്. ഇതും തന്നെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ വീടിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടായത് എന്തിനാണ് ഞാൻ ചെയ്തതെന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ വീട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു, രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു. ഈ വീട് നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് തന്ന നമ്മുടെ കനോപ്പി ആർക്കിടെക്ട്സ് താമരശ്ശേരിയിലെ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ ഇങ്ങനെ എഴുതി കൊടുത്തായിരുന്നു നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു സിറ്റ് ഔട്ട് വീടുമ്പോൾ ഇങ്ങനെ കുറച്ച് വിട്ട് നിൽക്കണം എന്നുള്ളത്. സിറ്റ് ഔട്ടിന്റെ കാര്യം പറയുമ്പോൾ എടുത്ത് പറയാനുള്ള കാര്യം കേട്ടോ, ഈ ഒരു വലിയ തിണ്ണാട്ടോ. അതായത് ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടോ ഇതൊന്നും ഇപ്പോൾ മോഡേൺ വീടുകൾക്കില്ല, ഇതൊരു പഴയ സ്റ്റൈലാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കേട്ടോ, നമുക്ക് സ്റ്റൈല് പുതിയതാവണമെന്നൊന്നുമില്ല, പുതിയ ട്രെൻഡിൻ്റെ കൂടെ പോകണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. വീട് പണിയുടെ ഒരു കേസും നമ്മൾ ട്രെൻഡിൻ്റെ കൂടെ പോയിട്ടില്ല. ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കുറച്ച് പേര് വന്നു കഴിഞ്ഞിട്ട് 10-15 പേർക്ക് നിരന്നിരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണെന്നറിയോ. ഇതില്ലെങ്കിൽ നമ്മൾ ഈ മോഡേൺ സംഭവത്തിൻ്റെ പുറകെ പോയിട്ട് ജസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രസം ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹൈലൈറ്റ് ആണല്ലേ, ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ ഈ സിറ്റ് ഔട്ടിൻ്റെ റൂഫ് എന്താണെന്നുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മുടെ സാധാരണ ഓട് തന്നെയാണ്, ഉള്ളിൽ നമ്മളൊരു സീലിംഗ് ഓടും കൂടി ചെയ്തിട്ടുണ്ടോ. എല്ലാം ടെറാക്കോട്ടയാണ് കേട്ടോ, കളിമണ്ണ് കൊണ്ടുള്ള ഓട് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ഒരു ഡിസൈനർ ടൈല് കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് കാണാൻ നിങ്ങൾക്ക്. ഇത് ഒരു പ്ലാനൊന്നും ആയിരുന്നില്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെറിയ വർക്ക് എടുത്ത സമയത്ത് ഇതിൻ്റെ 2-3 ഓട് പൊട്ടി അല്ലേ. ഈ സീലിംഗ് ഓടില്ല, അകത്ത് വെച്ച ഓട് 2-3 പൊട്ടി. അപ്പോൾ ഞാൻ നമ്മുടെ ആ ലൈബ്രറി റൂമിലേക്ക് വാങ്ങിച്ചൊരു ടൈലുണ്ടായിരുന്നു, അതിൻ്റെ ഫ്ലോറിലേക്ക് വാങ്ങിച്ച ടൈൽ ഒരു ബോക്സ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് ഈ സ്പോട്ടത്തെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരെണ്ണെടുത്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 10 സ്പോട്ടുകൾ ചൂസ് ചെയ്തു, റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ട് അവിടെ ആ സംഗതിയാണ് മാറ്റി വെച്ചു കണ്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഓരോന്ന് കാണുമ്പോൾ ഒരു ഭംഗിയില്ല. നമ്മൾ രാത്രിയൊക്കെ അവിടെ ഇരുന്നിട്ട് ഈ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ മൊത്തത്തിൽ അവിടെ ഇരുന്നിട്ട് ഒരു വ്യൂ നല്ല ഭംഗിയായിട്ട് ചെയ്തതുപോലെ തോന്നുന്നു ആൾക്കാർ കാണുമ്പോൾ പറയും. പക്ഷെ ഇങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ട്. പിന്നെ നമ്മളൊരു ഫിഷ് പോണ്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, നമ്മൾ അന്നൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അത് ഫിനിഷ് ആയിട്ടില്ല, അതിൽ കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് അത് ഈ 2 ഭാഗത്തും പിന്നെ ഇതാ ഈ പാലത്തിൻ്റെ അടിയിലും ആ ബോണ്ട് തന്നെയാണ്. നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ഈ വേറിട്ട് നിൽക്കുന്ന സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഒരു പാലത്തിലൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്.
അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഡോറ് 2 പാർട്ടായിട്ടാണ് കേട്ടോ. ഇത് ഒരു വലിയ ഭാഗം, പിന്നെ ഇവിടെ ചെറിയൊരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. അപ്പോൾ ഫുള്ളായിട്ട് വൈഡായിട്ടുള്ള ഡോറ് കിട്ടി. അപ്പോൾ ദേ നമ്മൾ അകത്ത് കയറി. ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് അല്ലേ. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വീടിനെ കുറിച്ചിട്ട് സ്വപ്നം കാണുന്ന ഫസ്റ്റ് മൊമെന്റ് മുതൽ നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ മെയിൻ ഡോറ് കയറി അകത്തേക്ക് കയറുമ്പോൾ ഒരു ഇച്ചിരി സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണമെന്ന്. അല്ലേ? അതായത് ചുമരുകൾ കുറച്ചിട്ട് ഒരു ഓപ്പൺ ഫീല് വേണമെന്നുള്ളത്. അതായത് ബെഡ്റൂമൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ചെറുതായി പോയാലും കുഴപ്പമില്ല, ആ സ്പേസും കൂടി എടുത്തിട്ട് നമുക്ക് ഈ ഭാഗം കുറച്ച് വിശാലമാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആഗ്രഹം പറഞ്ഞപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ അവർ ഈ രീതിയിൽ ഡിസൈൻ ചെയ്ത് തന്നു. അതായത് ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഇതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണല്ലേ. ഈ ശ്രദ്ധിച്ചോ, ഇവിടെ വന്ന കുറെ പേര് നമ്മളോട് പറഞ്ഞത് ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന ഒരു സ്പേസ് വീട്ടിനകത്തില്ല. എവിടെ വന്നാലും ഭയങ്കര റിലാക്സേഷൻ ഒരു ഫീൽ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ലിവിംഗ് സ്പേസ്. പറ, ഇവിടെ നമ്മളൊരു സോഫ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തു. സോഫ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ അന്വേഷിച്ചാണെന്നല്ലേ. നമുക്ക് അങ്ങനെ കുറെ പറയാണ്ടാവും, കാരണം നമ്മൾ ഓരോ സാധനവും നമ്മൾ അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു. ലാസ്റ്റ് ആയപ്പോഴത്തേന് എനിക്ക് നല്ല പോലെ മടുത്ത് തുടങ്ങിയിരുന്നു. ആക്ച്വലി സോഫയൊക്കെ നമുക്ക് നമ്മുടെ ഈ കറക്റ്റ് സൈസിലും നമ്മൾ ഉദ്ദേശിച്ച പോലെയും റെഡിമെയ്ഡ് കിട്ടാൻ നല്ല പാടാണ്. അവസാനം നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള സ്മാർട്ട് ഫർണിച്ചർ അല്ലേ, നമ്മുടെ വീടിന്റെ തൊട്ടന്നെയാണ് അവരെ കട കേട്ടോ. അവരവിടെ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പൊ അവരോട് പറഞ്ഞപ്പോൾ അവര് വളരെ സന്തോഷത്തോടെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച അതേപോലെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതേപോലെ അവര് ചെയ്തു തന്നു. നല്ല പെർഫെക്റ്റ് ആയിരുന്നു, നല്ല തൃപ്തിയായി. കറക്റ്റ് ടൈമിൽ, അധികം ടൈം നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ല, വളരെ കുറച്ച് സമയം കൊടുത്തിട്ടുള്ളൂ. അവര് വൃത്തിയായിട്ട് ചെയ്തു തന്നു. പിന്നെ നമ്മള് ഇതേപോലെ ഒരു കളർ കോമ്പിനേഷന് വേണ്ടിട്ട് കുഷ്യൻസ് ഇട്ടു. ഇത് പിന്നെ മക്കളുടെ ടീച്ചേഴ്സ് അവർക്ക് സ്വാമിന് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. സോഫ കഴിഞ്ഞ പിന്നെ അടുത്തത് നമ്മുടെ ഈ ഒരു ലോങ് കർട്ടൻ അല്ലേ, ഇതാണ് നമ്മൾ ചെയ്തത് ഇവിടെ. ഇത് നമുക്ക് ഇതുപോലത്തെ ലിവിംഗിലും ബെഡ്റൂമിലും ആ വലിയ വിൻഡോക്കും ലോങ് കർട്ടൻ വേണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. അത് നമുക്ക് ചെയ്തു തന്നത് നമ്മുടെ വീടിന്റെ തൊട്ടന്നെയുള്ള നൗഷാദ് കൊടിയൻകുന്നുള്ള നൗഷാദ് തന്നെ കേട്ടോ ചെയ്തത്. നല്ല വൃത്തിക്ക് അവർ ഇതേപോലെ ചെയ്തു തന്നു, അടിപൊളി ചെയ്തു തന്നു. ഇത് ഇങ്ങനത്തെ ലോങ് കർട്ടൻസ് ഇതുണ്ട്, പിന്നെ 2-3 ഭാഗത്തുണ്ട്. ബാക്കി നമ്മുടെ റോമൻ ഇങ്ങനെ വലിച്ച് കയറ്റുന്ന ടൈപ്പ് റോമൻ കർട്ടൻ ആണ് ബാക്കിയുള്ള ചെറിയ വിൻഡോകളിലൊക്കെ നമ്മൾ ചെയ്തത്. പിന്നെ അടുത്ത ഈ ഒരു സ്പേസ് പറയണ്ടേ, ശരിയാ. ആ കേട്ടൻ കുറച്ച് പൊക്ക്, അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ഫീൽ കിട്ടുക. ഇതും നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് പണിതൊരു സ്പേസ് ആണ് കേട്ടോ. ഒരു ബേ വിൻഡോ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ ഒരു ലോൺ ചെയ്ത മുറ്റം, അങ്ങോട്ടുള്ള വ്യൂ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഒരു ബേ വിൻഡോ, എന്തെങ്കിലുമൊക്കെ വായിക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ മഴയൊക്കെ പെയ്യാണെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും, പുൽത്തടിക്കെ നോക്കിയിട്ടൊക്കെ അല്ലേ. ശരിക്കും നമ്മളൊരു മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അതിന്റെ ഭംഗിയും ആസ്വദിക്കണം, അതിൻ്റെ ഒപ്പം മൊത്തത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ മഴ പെയ്യുമ്പോൾ എന്നുള്ളത് കൂടി നമുക്ക് അറിയാനുണ്ട്. പിന്നെ ഇതാ നമ്മുടെ TV യൂണിറ്റ് കേട്ടോ. ഇവിടെ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ ഫുള്ള് ഓപ്പണായി കിടക്കുകയായിരുന്നു. ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും ഒക്കെ ഒറ്റൊന്നായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് TV വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടി നമ്മളിവിടെ ഒരു ചെറിയൊരു സംഭവം ചെയ്തിട്ടോ. ഈ കാണുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ കുഞ്ഞു ഷോ പീസസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പരമാവധി ഗിമ്മിക്സ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് വീടിൻ്റെ പല കാര്യങ്ങളിലും. പക്ഷേ ഈ TVയുടെ കാര്യത്തിൽ നമുക്ക് ചെറിയൊരു പരിപാടി ചെയ്യേണ്ടി വന്നു കേട്ടോ. ചെയ്യേണ്ടി വന്നു എന്നല്ല, അതായത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് TV ആണ് നമ്മൾ ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ലിവിങ് റൂമിലിരുന്ന് TV ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ അപൂർവമായിട്ട് എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കുള്ളൂ. നമുക്ക് ഏറ്റവും ഉപകാരം ഈ കിച്ചണിലും ഡൈനിങ് ഏരിയയിലുമാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് വളരെ സിമ്പിളായിട്ട് TV ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ വെച്ചു എന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടൊന്നും വെക്കുന്നില്ല, ചെയ്തോണ്ടിരിക്കണില്ല. നമ്മൾ ആ ഒരു സൈഡിൽ തന്നെയാണ്, ഡൈനിങ് ഏരിയക്ക് ആക്കിയിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും. അതായത് നമുക്ക് രാവിലെ ന്യൂസ് കാണണം, എല്ലാവർക്കും ന്യൂസ് കേൾക്കണം. അപ്പൊ നമ്മള് രാവിലെ ഇത് അങ്ങോട്ട് പ്ലേ ചെയ്ത് വെക്കും നമ്മുടെ കിച്ചണിലും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം അവിടെ ഇരുന്നിട്ടൊക്കെ നമുക്ക് അങ്ങനെ. പിന്നെ നമ്മൾ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഇതാണ് നമ്മുടെ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ. ഇത് കാണിച്ച അപ്പോൾ ആൾക്കാർ ചോദിക്കും ഗോൾഡൻ എപ്പോൾ കിട്ടുന്നു. ഗോൾഡൻ കിട്ടൂല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ TV കേട്ടോ.
ലിവിങ് ഏരിയ ലിവിങ് കഴിഞ്ഞു. പിന്നെ നമ്മളിവിടെ ഒരു ഇൻഡോർ പ്ലാന്റ്, ജസ്റ്റ് നമ്മുടെ ഒരു ചൈന ഡോൾ പ്ലാന്റ് നമ്മൾ അകത്ത് വെച്ച പ്ലാന്റുകളിൽ നമുക്ക് ഏറ്റവും തൃപ്തിയായത് അല്ലേ. നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പ്ലാന്റ് തന്നെയാണ്, ചെറുതായിരുന്നതും ഇങ്ങനെ വലുതായി. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ കറക്റ്റ് ആണ് ഇത് ഇവിടെ വെച്ചപ്പോൾ. അതായത് ഇൻഡോർ പ്ലാന്റുകളൊക്കെ പ്ലാൻ ചെയ്ത് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യാന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്, പക്ഷെ ടൈം കിട്ടിയില്ല. അപ്പോൾ ഹൗസ് വാമിങ്ങിന്റെ അന്ന് അവിടെ ഉള്ളൊരു പ്ലാന്റ് വെറുതെ എടുത്തിന് കൊടുന്ന് വെച്ചു. അതെ, എനിക്ക് ഒറ്റ വെക്കല്, ആ വെച്ച വെപ്പിൽ തന്നെ അത് പെർഫെക്റ്റ് ആയി, കറക്റ്റായി. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ ഒരു കൺസോൾ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ലോങ് വാൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു വഴീൻ്റെ സൈഡിൽ അങ്ങനത്തെ ഒരു സംഗതി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ചില ആൾക്കാരൊക്കെ ഇത് ചോദിച്ചിരുന്നു, ഇവിടെ എങ്ങനെ ഒരു മേശ വെക്കാൻ പറ്റുമെന്നൊക്കെ അല്ലേ. പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, നമുക്കിത് ഭയങ്കര തൃപ്തിയായി അല്ലേ. കാരണം ഇങ്ങനെ ഇതിന് കുറച്ച് ഇങ്ങനെ ഇതേപോലത്തെ ഇങ്ങനെ ഡ്രോസ് ഉണ്ട്, അപ്പൊ അതിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ, അതായത് വീട്ടിലെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ തുന്നുന്ന സൂചിയും നൂലും പോലത്തെ സംഭവങ്ങള്, നെയിൽ കട്ടർ, അങ്ങനെയുള്ള നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റിയിട്ട്, അപ്പൊ അതൊക്കെ വെക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. ഈ സംഗതികളുള്ളതുകൊണ്ട് ഇതൊരു 3 ഡ്രോ ഉണ്ട്. പിന്നെ താഴെ ഇതേപോലെ ഡോറുകളുണ്ട്. അതിന്റെ മുകളിലിരിക്കുന്ന പെയിന്റിങ് എൻ്റെ സുഹൃത്ത് ജഗദീഷ് വരച്ച് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു പോട്ട് വെച്ചു. പിന്നെ ഇവിടെ അതിന്റെ മുകളിൽ ലൈറ്റുകൾ നമ്മൾ ഇതുപോലെ ലൈറ്റിങ്ങിന്റെ കാര്യം ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ. അതായത് ശരിക്കും നല്ലൊരു എന്താ പറയാ, കാമായിട്ടുള്ള നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ള ഒരു സുഖം തരുന്ന ലൈറ്റിംഗ് ആണ് എല്ലാ സ്ഥലത്തും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടോ. ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ സഹായിച്ചത് നമ്മുടെ സ്കോറിയോ ലൈറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ അതിന്റെ വീഡിയോ കാണിച്ചായിരുന്നു. സ്കോറിയോ ലൈറ്റ്സിൽ പോയിട്ട് ആക്ച്വലി അവര് നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നു, നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്തു. അവരിവിടെ വന്നിട്ടും പിന്നെ വീഡിയോ കോളിൽ കൂടെ ഒക്കെ നമുക്ക് ഏതൊക്കെ ലൈറ്റ് എവിടെയൊക്കെ മാച്ചാവാന്ന് പറഞ്ഞു തന്ന് പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ചൂസ് ചെയ്ത് എടുത്താണ്. അതുകൊണ്ട് നമുക്ക് ലൈറ്റിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയി അവരുടെ ഒരു സപ്പോർട്ട് അല്ലേ, സ്കോറിയോ ലൈറ്റ്സ്. പിന്നെന്താ ഇങ്ങനെ വരുമ്പോ ലിവിംഗിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്റ്റെയർ ഇവിടുന്ന് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ നമ്മുടെ ഡൈനിങ് ഏരിയ കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ ലിവിംഗ്, ജസ്റ്റ് ഇങ്ങോട്ട് ഡൈനിങ് ഏരിയ ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ ഈ ടി വി യൂണിറ്റിന്റെ ഈ പോർഷനിൽ ചെറിയൊരു ഭാഗം നമ്മളിങ്ങനെ വിട്ടിട്ടോ, അത്രയും ക്ലോസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും, സംസാരിക്കാം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ള സ്പേസ് ആണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ കേട്ടോ. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് തൃപ്തിയായ സ്ഥലമാണ് എല്ലാ തരത്തിലും. അതെ അല്ലേ. നമ്മുടെ ഈ ഒരു ഡൈനിങ് ടേബിളിന് ഒരു കഥ ഉണ്ട്, പറഞ്ഞു കുറേ അന്വേഷിച്ചു. അതായത് നമ്മൾ വീഡിയോകളിലും ഒക്കെ കാണും ഇങ്ങനത്തെ വുഡൻ ഡൈനിങ് ടേബിളുകൾ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വീഡിയോയിൽ കണ്ടിട്ടും പിന്നെ നമുക്ക് പൊതുവേ ഇഷ്ടമാണ്. എനിക്കും ഫെബിക്കും ഭയങ്കര ഇഷ്ടമാണ് വുഡൻ ടേബിൾ. അതുകൊണ്ട് അത് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കുമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ തുടക്കത്തിലൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല അല്ലേ. എന്നിട്ട് അവസാനം പിന്നെ നമുക്കൊരു 1 വീക്ക് താഴെ സമയമുള്ള സമയത്ത് 4-5 ദിവസമേ സമയമുള്ളൂ. ആ സമയത്ത് നമ്മളിത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. പക്ഷേ എവിടെയും സാധനം കിട്ടുന്നില്ല. അതായത് നമുക്ക് ലോങ് ആയിട്ട് ദൂരം പോകാനായിട്ടുള്ള ടൈം നമുക്കില്ല. നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ ഒന്നും നമുക്ക് നമ്മൾ വിചാരിച്ച ഈ ഒരു സംഭവം നമുക്ക് കിട്ടാനേ ഇല്ല. ഒക്കെ നമുക്ക് ആ ഒരു ഗ്ലാസ് ടോപ്പ് അല്ലെങ്കിൽ ഒരു മാർബിൾ ടോപ്പ് അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തീരുമാനിച്ചു, ശരി നമുക്ക് ഡൈനിങ് ടേബിൾ വേണ്ട, സാവധാനം നമുക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ ഇല്ലാതെ ഹൗസ് വാമിംഗ് നടത്താം അങ്ങനെ നമ്മൾ തീരുമാനിച്ചു. പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മൾ എന്താ പറയാ, നമ്മൾ വിചാരിച്ചു പോയതല്ല, വേറെ എന്തോ വാങ്ങിക്കാൻ പോയ സമയത്ത് നമ്മളൊരു ഷോപ്പ് കണ്ടു. അവിടെ കയറി ഈ ഒരെണ്ണ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കണ പോലെ ഈ ഒരെണ്ണ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇൻഹോം എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ ഷോപ്പ് നമ്മൾ വരുന്ന വഴി ജസ്റ്റ് കണ്ടാണ്. അപ്പൊ അവിടെ കയറിയിട്ട് പുള്ളിയോട് ചോദിച്ചു ഫുൾ വുഡൻ ആയിട്ടുള്ള ടേബിൾ ഉണ്ടോ ചോദിച്ചു. പുള്ളി കൊണ്ട് കാണിച്ചത് ഇതേപോലെ കേട്ടോ, ഈ ചെയർ അടക്കം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച അതുപോലെ തന്നെ നമ്മുടെ വീട് ഒരു സെമി ട്രഡീഷണൽ ലുക്ക് വരുന്ന സംഭവമാണല്ലോ ഈ ഫർണിഷിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും. അപ്പോൾ അതിലേക്ക് മാച്ച് ആവുന്ന തരത്തിൽ കണ്ടോ, ഇതിൻ്റെ ഈ കാലൊക്കെ കണ്ടോ, പണ്ടത്തെ ഫർണിച്ചർ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ലേ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോളന്നില്ല, കാരണം ഇത് ഒരു എന്താ പറയാ ഓൾഡ് മോഡലാണെന്നോ അങ്ങനെയൊക്കെ അല്ല, ഇഷ്ടം ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു മാത്രമേ പറയുള്ളൂ. ഏറ്റവും ഭംഗിയുള്ളത് നമ്മൾ പറയുന്നില്ല, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത്. അതേപോലെ ചെയർ ആണെങ്കിലും വുഡൻ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു കുഷ്യൻ പോലെ അങ്ങനത്തെ ഒരു അത് ഇതിലേക്ക് കറക്റ്റ് നല്ല മാച്ച് ആണ്. കണ്ട ഈ ബാക്കൊക്കെ ചെയറിന്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ. അതെ അതെ.
പിന്നെ അതിന്റെ തൊട്ടുമുകളിൽ ഇതേപോലെ നമ്മുടെ ലൈറ്റ്സ്, ആ ലൈറ്റ്സും ഇത് നമുക്ക് സ്കോറിയോ ലൈറ്റ്സ് തന്നെയാണ് അവരെന്നെ ചൂസ് ചെയ്തു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ നമുക്ക് ലോങ് വിൻഡോ ആണുള്ളത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ അങ്ങനത്തെ ഒരു ലോങ് കർട്ടൻ അല്ലേ, അവിടുന്ന് നമുക്ക് നേരത്തെ കണ്ട ആ ഒരു ലോങ്ങിലേക്ക് പുൽത്തകിടിയിലേക്കുള്ള വ്യൂ കിട്ടും. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു പച്ചപ്പിന്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സീലിംഗ് ഫാൻ വെച്ചിട്ടില്ല, ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്, അതിൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു വാൾ ഫാൻ വെച്ചു കേട്ടോ. സീലിംഗിലൊക്കെ ഇതേപോലെ ചെറിയ ലൈറ്റ്സ്, സീലിംഗിൽ നോർമൽ ലൈറ്റുകൾ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്താ വേറെ, ഇനിയിപ്പോൾ കിച്ചണിലേക്കാണോ? നേരെ കിച്ചൺ. തൊട്ടടുത്ത് തന്നെ വേറെ വാളോ കർട്ടനോ അങ്ങനത്തെ ഒരു സെപ്പറേഷനും ഇല്ല, ഓപ്പൺ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ. അതിന് മുമ്പ് വേറെ കാര്യം പറയുന്നത്, വാ ഇങ്ങോട്ട് വാ. അതായത് ഈ വീട് പണി തുടങ്ങി ഫ്ലോറിങ് കഴിഞ്ഞ സമയത്ത് ഇവിടെ വരുന്ന ആളുകൾക്കൊന്നും ഈ ഫ്ലോർ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ശരിയാ, ഒരാൾ പോലും നല്ല ടൈലാന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, ഇല്ലല്ലോ. പക്ഷെ നമ്മൾ ഈ ഒരു ടൈൽ അന്വേഷിച്ചും ഇതേപോലെ നമ്മളെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സിമെന്റ് ഫിനിഷുള്ള ഇങ്ങനത്തെ ഒരു ടൈലായിരുന്നു കേട്ടോ മനസ്സിലുണ്ടായിരുന്നത്. ഇതിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ കാണിക്കും കേട്ടോ, അതിനകത്ത് നമുക്ക് ഒന്നും കൂടി ഡീപ് ക്ലീൻ ചെയ്യാൻ. അതെ, ചെറിയ പശ ആയതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണ്ട നിങ്ങൾ തൽക്കാലത്തേക്ക്, ഈ ടൈല് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കയറിയ ആൾക്കാർക്ക് മുഴുവൻ ഇതെന്താ ഇങ്ങനത്തെ ടൈല് എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. ഒന്നാമത് ക്ലീൻ ആയിട്ടല്ല കിടക്കുന്നുണ്ടാവുക, വൃത്തിയില്ലാതെ കിടക്കുന്നത്, പിന്നെ ഈ ഒരു കളറും. പക്ഷെ നമ്മളൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ടൈല് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഭയങ്കര എന്താ പറയുക ഉദിച്ച് കാണുന്ന രീതിയിലായി കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധ അതിനകത്തേക്കാണ് പോവുക. പക്ഷെ നമ്മൾ ഊഹിച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈല് കുറച്ച് ശ്രദ്ധിക്കാത്ത രീതിയിൽ കുറച്ച് ഡള്ളായിട്ടുള്ളൊരു കളറായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് വേറെ എന്ത് സംഗതി കൊണ്ടുവച്ചാലും അത് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതും നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞതും അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ തോന്നിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു കളർ ടൈലൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ചെടി ആണെങ്കിൽ ഇപ്പോൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണിക്കും. ഇപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും കുറച്ച് ഡാർക്കായിട്ടുള്ള ഈ ഫർണിച്ചർ ആണെങ്കിലും വേറെ ചെടികളാണെങ്കിലും ഇപ്പോൾ ഈ സോഫ ആണെങ്കിലും ഡൈനിങ് ടേബിൾ ആണെങ്കിലും അത് നമുക്കിങ്ങനെ എടുത്ത് കാണിക്കും. ടൈല് കുറച്ച് മങ്ങി ഇങ്ങനെ ഇരിക്കും. ആ ഒരു ഐഡിയ ആയിരുന്നു, അത് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ തോന്നിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ ഈ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം അല്ലേ? അതെ, തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ ആക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓപ്പൺ കിച്ചൺ ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന സ്റ്റൗ ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യണത്. അപ്പൊ എനിക്ക് ചെറിയൊരു ശങ്ക ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഞാനത് കുറച്ച് ഒന്ന് വേണ്ട, നമുക്ക് അപ്പുറത്തെ സൈഡിൽ തന്നെ ആക്കാന്നുള്ളത് നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ ഒരു കിച്ചണാണ്, ഈ ഒരു ഓപ്പൺ കിച്ചൺ. ഇവിടെ വന്ന് കാണുന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു. ചിലവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ ആണോ, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ തുടക്കമാണ്, ഇപ്പൊ ഇതുവരെ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല. കിച്ചൺ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ തുടക്കം മുതൽ അതായത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്തിരുന്നെങ്കിലും കുക്കിംഗ് തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കുക്ക് ചെയ്യുന്ന ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് നമ്മുടെ ആദ്യത്തെ പ്ലാനിൽ നമ്മുടെ സ്റ്റൗ ഇവിടെയാണ് വരുന്നത്, ഇവിടെയാണ് സ്റ്റൗ വന്നിരുന്നത്. നമ്മളിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ കുറേ അടി കൂടിയതാണ് അല്ലേ. ഞാൻ ഫെബിനോട് ഒരുപാട് പറഞ്ഞിരുന്നു, എനിക്കിങ്ങനെ ഒരാളിങ്ങനെ ഒരു ചുമരിലേക്ക് നോക്കി നിന്നിട്ട് ഒരു പണിയെടുക്കുന്ന കാര്യം നമ്മളെ മുഖം മറച്ച് പിടിച്ചൊരു ഫീലാണല്ലോ ഉണ്ടാവുക. അതിന് പകരം നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ആക്കിക്കൂടെ എന്നുള്ളത് ഞാൻ കുറേ സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പം അന്നൊക്കെ എന്തൊക്കെയോ കൺഫ്യൂഷൻ കൊണ്ട് ഫെബി നോ 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 എനിക്കെന്തോ അതിങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞത്, അത് വേണ്ടാന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ ശരി ഒറ്റ വാശി തന്നെയായിരുന്നു. അപ്പോ എന്തായാലും അഷ്റഫ് ചൂസ് ചെയ്യണതൊക്കെ നല്ല തന്നെ ബെസ്റ്റ് തന്നെ ആവാറുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഓക്കെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതുകൊണ്ടല്ലേ. അപ്പൊ എന്തായാലും ഞാൻ അത്രയും നിർബന്ധിച്ചപ്പോ പിന്നെ എനിക്ക് അങ്ങനെ വാശിയൊന്നുമില്ല കേട്ടോ. ഫെബി ആക്കിയാലോ തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ തീരുമാനിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ആരാണെങ്കിലും ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് നോക്കി അവിടെ ഉള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.
ടിവിയിലേക്ക് നോക്കിയിട്ട് ഇപ്പോൾ ടിവിയിലേക്ക് നോക്കിയിട്ടല്ല ടിവിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് അതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. നമുക്ക് രാവിലെ ഒക്കെ ടിവി ഒക്കെ അങ്ങനെ പ്ലേ ചെയ്തിട്ട് ഇപ്പോൾ ഫെബിയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഫെബി കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്നിട്ട് പരസ്പരം സംസാരിക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ. ഒരാൾ ചുമരിലേക്ക് നോക്കി നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ, അതായത് കുക്ക് ചെയ്യുന്ന ആളുകൾ ഒരു അടുക്കളയിൽ ഒരു 4 ചുമരിന്റെ അകത്ത് ഇങ്ങോട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു ഭയങ്കര ഒരു ആലോചിക്കുമ്പോൾ ഒരു സുഖമില്ല. അതുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ആലോചിച്ചത്. മീൻസ് ഓപ്പൺ കിച്ചനെ കുറിച്ച് ആലോചിച്ചാൽ അതാണ് അങ്ങനെയാണ്. അതിൽ നിന്നും കൂടി കുറച്ചുകൂടി കടന്നിട്ട് കുക്കിംഗ് ഇങ്ങനെ ആക്കാൻ തീരുമാനിച്ചത് കൂടി അതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് കുറേ നെഗറ്റീവ്സ് ഒക്കെ കുറേ ആൾക്കാരും പലരും പറഞ്ഞിരുന്നു. ഈ ഓപ്പൺ കിച്ചന്റെ തന്നെ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് നമ്മൾ കുക്ക് ചെയ്യണ സ്മെല്ല് അത് മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടിരിക്കും. ഇപ്പൊ നമ്മളൊരു നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ അവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നീറ്റാക്കി കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ കിച്ചണ് നമ്മൾ എന്താ പറയാ സ്വാഭാവികമായിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് തന്നെയല്ലേ നമ്മുടെ വീട്ടിലെ ഓരോ ഏരിയയും നമ്മൾ വൃത്തിയാക്കിയിട്ട് തന്നെയല്ലേ. ആ ഒരു ഹാബിറ്റ് എപ്പോഴും എല്ലാ ഇടങ്ങളും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങൾ മൊത്തം ക്ലീൻ ആക്കിയിരുന്ന ഒരു ഹാബിറ്റ് ഉള്ളവർക്ക് ഓപ്പൺ കിച്ചൺ ഓക്കെയാണ് അല്ലേ? അങ്ങനെ തന്നെയാണ്. അലമ്പാക്കിയിടുന്നവർക്ക് അലമ്പാക്കിയിടാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ഏരിയയും നീറ്റാക്കി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് തുടക്കം മുതലേ പണ്ട് മുതലേ ഉള്ള ഒരു ശീലം അങ്ങനെയാണ്. അപ്പോൾ എനിക്കത് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ നമ്മൾ താമസം മാറിയിട്ട് ഇപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഒരു മ്യൂസിയം പോലെ കൊണ്ട് നടക്കണം എന്നില്ല. നമ്മുടെ വീടാണല്ലോ. അതിപ്പോ നമ്മൾ ആര് വന്ന് കണ്ടാലും നമ്മൾ ഒരു മ്യൂസിയം പോലെ നമ്മളെ വീടായിരിക്കും. പോയിന്റ് അതാണ്. ഭക്ഷണത്തിന്റെ സ്മെല്ല് ഉണ്ടാവും വീട് മൊത്തം എന്ന് പറഞ്ഞപ്പോ ഞാൻ നമ്മൾ കഴിക്കുന്ന സാധനമാണ്. നമ്മൾ താമസിക്കുന്നത് ഒരു വീട്ടിലാണ്. വീട്ടില് സ്വാഭാവികമായിട്ടും കുക്ക് ചെയ്യും, ഭക്ഷണത്തിന്റെ സ്മെല്ല് ഉണ്ടാവും. അത് ആ കഴിക്കുന്ന ആൾക്കാർ ആ മണം സഹിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം ഈ സ്മെല്ലും പുകയൊക്കെ പുറത്തേക്ക് പോകാനുള്ള ചിമ്മിനി ഇവിടെ സെറ്റ് ചെയ്തു നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമ്മള് കുറച്ച് ക്വാളിറ്റി ഉള്ള സംഭവം തന്നെ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് ഇതുവരെയുള്ള അനുഭവം. കാരണം നമ്മൾ ഫുൾ കുക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു കിച്ചൺ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ എക്സ്ട്രാ ചെയ്തു. ഇപ്പോൾ ഫെബിക്കും ഉമ്മാക്കും പിന്നെ മറ്റുള്ള പുറത്തുനിന്നുള്ള ചില ആൾക്കാർക്കൊക്കെയാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഭയങ്കര ഇതായിട്ടുള്ള ഈ കരിക്കൽ പൊരിക്കൽ പോലത്തെ സംഭവങ്ങൾ, മീൻ പൊരിക്കലൊക്കെ ആകുമ്പോഴാണ് ഈ വലിയ പ്രശ്നം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു. നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടുള്ള പുറത്താട്ടോ, ഈ ചുമരിൻ്റെ പുറകിലാണ്. എന്നിട്ട് പൈപ്പ് ഇട്ടേക്കുവാണ് ഈ സ്റ്റൗവിലേക്ക്. അപ്പോൾ അതിൽ നിന്ന് ഒരു പൈപ്പ് നമ്മൾ ഒരു കണക്ഷൻ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്, ചെറിയ വർക്ക് ഏരിയ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സിംഗിൾ ബർണർ അല്ല, ഒരു സാധാരണ ഗ്യാസ് സ്റ്റവ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈ ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെയാണ് ചെയ്തത്. നിലവിൽ ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യണതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് സ്റ്റൗ ഉണ്ട്, 3 ബർണറുള്ള ഒരു സ്റ്റൗ കൊടുത്തു. പിന്നെ നമ്മുടെ ഇവിടെ എന്താ പറയാ പഞ്ചസാര, ചായപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ, ഓയില് അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ കൗണ്ടർ ടോപ്പ്. ഇവിടെ അങ്ങനെ ഈ ഒരു സിങ്ക്. പിന്നെ നമ്മള് ഡബിൾ സിങ്ക് അല്ല, വലിയൊരു സിങ്ക് തന്നെ. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് വരുന്നുണ്ട്, ഡ്രെയിൻ ബോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ സിങ്കാണ് നമ്മൾ ഇവിടെ വെച്ചത്. മിക്സർ ഇവിടെ ഉണ്ട്, ഇവിടെ ചെറിയൊരു പ്ലാന്റ് ഉണ്ട്. ഇതാ ഇങ്ങനെയുള്ള ഒരു കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ. ഇവിടെ നമ്മുടെ ഓവന്, എയർ ഫ്രയർ ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മളെ ഫ്രിഡ്ജ് നമ്മള് രണ്ടുള്ള ഈ ഒരു ഡബിൾ ഡോർ സൈഡ് ബൈ സൈഡ് ചൂസ് ചെയ്തു. ഈ ഒരു സംഭവം ഇവിടെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡ്രോ ഉണ്ട്. ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ. ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ വെക്കാം. പിന്നെ അതേപോലെയുള്ള ഇങ്ങനത്തെ ഒരു റാക്കുകൾ സംഭവങ്ങൾ കൊടുത്തു. ഇങ്ങനത്തെ ക്യാബിനറ്റ്സ് ഉണ്ടല്ലോ, ഇത് ഫസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ആ ചുമരിലൊക്കെ മൊത്തത്തിൽ 3 ഭാഗത്തും ഉണ്ടായിരുന്നു. അതിങ്ങനെ ഇരുന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവം ചെയ്ത വീടുകളിൽ മുഴുവൻ ഇതൊക്കെ കാലിയായി കിടക്കുകയായിരിക്കും, മോളത്തെ സംഭവങ്ങളൊക്കെ. പ്രത്യേകിച്ച് നമുക്ക് ഒരു സ്റ്റോർ റൂമും കൂടി ഉള്ള സ്ഥിതിക്ക് അതിനകത്തൊന്നും അധികം വെക്കാനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു വാള് നമ്മളാണ് ഫ്രീ ആക്കി വിട്ടു. അതായത് ആ കഞ്ചഷൻ ഒഴിവാക്കി കിട്ടും. പിന്നെ ഇത്രയും ആവശ്യം നമുക്കില്ല. ഇപ്പൊ അതിനകത്തൊന്നും വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇത് ഇവിടെ വെക്കാം. അത് കറക്റ്റ് സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വാള് ഇങ്ങനെ കാലിയായി കിടന്നപ്പോൾ ഫുള്ള് കാലിയാവണ്ടെന്ന് ചോദിച്ചു കേട്ടോ. നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് ചെറിയൊരു സംഭവം അങ്ങനെ ചെയ്ത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, അതിനകത്ത് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വീടിൻ്റെ ലൈറ്റിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ 100% ആ സാധനം വേണ്ടാന്ന് തീരുമാനിച്ചാണ് സ്ട്രിപ്പ് ലൈറ്റുകൾ കേട്ടോ.
സീലിങ്ങിലോ അങ്ങനത്തെ സ്ഥലത്തൊന്നും നമ്മളത് വെച്ചിട്ടില്ല. അത് വെക്കുന്നതിന് പ്രശ്നം അതൊന്നും പോയാൽ പിന്നെ നമ്മൾ ശരിയാക്കി ഒന്നും ചെയ്യില്ല. പക്ഷേ ഇവിടെ ഈ കിച്ചണിൽ ഇങ്ങനെ 2-3 ഭാഗങ്ങളിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്റ്റൗ ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ വേറൊരു ഉദ്ദേശം കൂടി കിട്ടും. നമുക്ക് മുമ്പിൽ ഈ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റും, ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഇങ്ങോട്ട് സൗകര്യം. അപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സംഭവമൊക്കെ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ സൗകര്യമുണ്ട്. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ വെച്ച് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഭംഗി ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ കിച്ചണിൽ ആ ഒരു സംഭവം. അല്ലാതെ വേറൊരു ആവശ്യമൊന്നും അതുകൊണ്ടില്ല. പിന്നെ ഇവിടെ ലൈറ്റും കൂടി ഉണ്ട്. ആ സ്വിച്ച് എന്നിട്ട് നമുക്ക് ഈ പാത്രം കഴിയുന്ന സമയത്ത് നല്ല വെളിച്ചം വേണമെങ്കിൽ എന്ന രീതിയിൽ, പക്ഷെ വെളിച്ചം കുറച്ച് അധികമായി പോയി. അതെ, നമ്മളത് ഉപയോഗിക്കാറില്ല, ശരിക്കും അതിന്റെ ആവശ്യമില്ല. പിന്നെ നോർമലി എല്ലാ കിച്ചണിലും ഉണ്ടാകുന്ന പോലത്തെ ഇങ്ങനത്തെ സംഗതികളുണ്ട്. പുൾ ഔട്ട് ട്രേ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ, സംഭവങ്ങളൊക്കെ ഇതൊക്കെ വെക്കാനുള്ള സംഭവങ്ങൾ. കിച്ചൺ വേറെ പഞ്ഞി എന്താണ് നമ്മുടെ GTPT ഗ്ലാസും പ്ലേറ്റ് ഒക്കെ വെക്കാനുള്ള സാധാരണ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ അല്ലേ. വാട്ടർ ഫിൽറ്റർ വെക്കണം എന്ന് നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ അടിയിൽ പോകുന്ന ടൈപ്പ് വാട്ടർ ഫിൽറ്റർ വെച്ച് കേട്ടോ. പുറത്തുനിന്ന് കാണില്ല, മുകളിൽ എവിടെയും കാണില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ടാപ്പിൽ നമുക്ക് നല്ല ശുദ്ധമായ കുടിവെള്ളം കിട്ടും. ഇത് എനിക്ക് ചെയ്തു തന്നത് നമ്മുടെ സജിത് ചോലയിലുണ്ട്. ഇത് കെംടെക് തൃശ്ശൂരുള്ള കമ്പനിയാണ് കേട്ടോ. എന്തായാലും നല്ല തൃപ്തിയായ സംഗതി. ഇങ്ങോട്ട് പറയുന്ന ശേഷം ഇതുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ വെള്ളം കുടിക്കുന്നുണ്ട്. ഒരു രസമാണ് ഇതിന് ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കാൻ. കുട്ടികളൊക്കെ മക്കളും അങ്ങനെ തന്നെയാണ്. ഇനി ഒന്നുമില്ല. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. ഈ ഭാഗത്ത് എന്താണ്? ഇവിടെ നമുക്കൊന്നുമില്ല. ഇവിടെ നമ്മളൊരു സ്റ്റോർ റൂം. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റോർ റൂം അല്ലേ. ഓക്കെ, ഇവിടെ അധികം എന്താ പറയാ കുറച്ചിങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളെ. സ്റ്റോറൂം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര വൃത്തിയിലൊന്നും നമുക്ക് വെക്കാൻ കഴിയില്ല. അത്യാവശ്യം അലമ്പായിട്ടാണ്. പക്ഷെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉപയോഗമാണ്. സ്പേസ് ഉണ്ടെങ്കിൽ എല്ലാം കൊടുത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ വർക്ക് ഏരിയ അല്ലേ, ആ ഒരു സ്പേസ്. അപ്പൊ ഇവിടെ നമ്മളെന്താ, ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചു, ലോണ്ടറി ബാസ്ക്കറ്റ്, വാഷിംഗ് മെഷീന്. പിന്നെ ഇവിടെ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വലിയൊരു സിങ്ക്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. എന്താ പറയാ, പുതിയ വീട് ഉണ്ടാക്കണവർക്കൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാ. നമ്മൾ റിലാക്സ് ചെയ്തിട്ടിരുന്നിട്ട് പാത്രം കഴുകുക. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റൗ. നമ്മളിപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് പാത്രങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡും. നമുക്ക് വീണ്ടും നമുക്ക് അകത്തേക്ക് തന്നെ പോവാം അല്ലേ. ബെഡ്റൂം കാണിക്കണതിന് മുന്നേ നമ്മുടെ ഡൈനിങ് ഏരിയ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയ പറഞ്ഞില്ലല്ലോ, വാഷ് ബേസിന്റെ. നമ്മുടെ ഡൈനിങ് കിച്ചൺ അതിന്റെ ഇടയിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഒരു ഡോറ് പോലെ ഉണ്ട്, ഒരു വഴി. ഈ വഴിയിലാണ് നമ്മുടെ വാഷ് ബേസിൻ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ നമ്മുടെ കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരു കാര്യം പറയേണ്ടിട്ട് എനിക്ക്, ഓരോ സംഭവം നമ്മൾ ഒരുപാട് തെരഞ്ഞ് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഈ പല ആൾക്കാർക്കും പറ്റുന്നതാണ്. ഒരു സ്ക്വയർ ടൈപ്പ് ഉള്ള വാഷ് ബേസിൻ റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു പെട്ടി വെച്ചതുപോലെ ഉണ്ടാവും കേട്ടോ. അതിന്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും. എന്നിട്ട് ഈ ആൾക്കാർ ഈ ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റ് കിടക്കും. അപ്പോൾ ഭംഗി കുറച്ച് കുറഞ്ഞാലും നമ്മൾ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള മാക്സിമം പെട്ടെന്ന് വെള്ളം ഫുള്ള് ഒഴുകി സാധനമൊക്കെ ഇങ്ങോട്ട് താഴേക്ക് ഈ സെന്ററിലേക്ക് വരുന്ന രീതിയിലുള്ള ഡിസൈനിലുള്ള സാധനം ചൂസ് ചെയ്യാതെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ കുറെ സമയം എടുത്തിട്ട് നമ്മൾ ഈ ഒരു സംഭവം ചൂസ് ചെയ്തു. പിന്നെ സാധാരണ നമുക്ക് ഈ ഒരു വാഷ് ബേസിൻ ഏരിയ പല ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ചെയ്യും അല്ലേ, അതിനെന്താ പറയാൻ എനിക്കറിയില്ല. ഈ വാളിലൊക്കെ കുറെ വുഡൻ തീമിലൊക്കെ ഉള്ള സംഭവങ്ങൾ. അപ്പൊ എനിക്ക് പൊതുവെ ഞാൻ ആ ഒരു നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പല ആൾക്കാർക്കും ഇഷ്ടമായിട്ടില്ല, മീൻസ് ഡിസൈനേഴ്സിനൊന്നും ഇഷ്ടമായിട്ടില്ല തോന്നുന്നുണ്ട് എനിക്ക്. കാരണം ടൈല് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സൈഡും എനിക്ക് ടൈല് വേണം, ഇവിടെ മൊത്തം ടൈല് വേണം. സ്റ്റോൺ വെക്കും. പിന്നെ പ്രശ്നം അതിനകത്തൊക്കെ കുറെ ഗ്യാപ്പ് ഉണ്ടാവും, പൊടികളൊക്കെ ഇങ്ങനെ അവിടേക്ക് ഇരിക്കും. നമ്മള് ഓരോ എലമെന്റും ചെയ്യുന്ന സമയത്ത് മാക്സിമം പൊടി ഇരിക്കാനുള്ള സാധ്യത കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ വീടുകളിൽ പൊടി കയറും, അത് വേറെ. പിന്നെ അതിനുള്ള സ്പേസ് നമ്മൾ കുറെ ഒഴിവാക്കി എന്നുള്ളതാണ്.
പിന്നെ അപ്പൊ നമ്മൾ ഇവിടെ മൂന്ന് ഭാഗത്തും ടൈലാക്കി. ഇവിടെ നമ്മൾ വൈറ്റ് കൊടുത്തു, നമ്മുടെ പെയിന്റ് ആയിട്ട് അങ്ങനെ എന്താ പറയാ ബ്ലെൻഡ് ആയി പോയിക്കോളും വിചാരിച്ചിട്ട് ഇവിടെ ടൈൽ കൊടുത്തു. ഇവിടെ നമ്മൾ വേറൊരു കളർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ കൊടുത്തു. ഇതിന്റെയൊക്കെ സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകണ എന്തായാലും വെള്ളം തെറിച്ചിട്ട് ഇതാവുമ്പോ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നേരെ ആ ഡോറ് നമ്മുടെ കോമൺ ബാത്റൂം ഇവിടെ. അതാണ്. ഓക്കെ. പിന്നെ നമുക്ക് അടുത്തത് കാണിക്കാനുള്ളത് നമ്മളെ ഈ ഒരു ഓപ്പൺ ഇതിൽ തന്നെ നമ്മുടെ സ്റ്റഡി ഏരിയ ഉണ്ട് അല്ലേ? ഇവിടെ നമ്മുടെ ഈ ഓപ്പൺ സ്പേസിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങണം. അതായത് നമ്മുടെ സ്റ്റെയർ കേസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റെയർ കേസിനെ കുറിച്ചിട്ട് ഞങ്ങൾ പറയാം. അതിന്റെ താഴ്ഭാഗം ഒരു സ്റ്റെപ്പ് ഇറങ്ങണം. ഇതാണ് കേട്ടോ ടൈല്. ഇതിലത്തെ ബാക്കിയായ ടൈലാണ് നമ്മളാ സിറ്റ് ഔട്ടിലെ റൂഫിൽ സീലിംഗിൽ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു ബോക്സ് ഡിസൈനർ ടൈലാണ്. അപ്പോൾ ഈ സ്റ്റെയർ കേസ് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ താഴത്ത് ഇങ്ങനെ എപ്പോഴും ഒരു സ്പേസ് വരുന്നതാണ്. അത് പല ആൾക്കാരും പല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ചില ആളുകൾ അത് ഉപയോഗിക്കാതെ അതിങ്ങനെ ഒരു അബദ്ധമായിട്ട് ഇങ്ങനെ ഇരിക്കും. സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തു. അതെ, ഈ ഒരു ഹൈറ്റ് കുറച്ച് കുറവായിരിക്കുമല്ലോ ഇവിടെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് താഴ്ത്തി ചെയ്തിട്ടോ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റ് കിട്ടുന്നുണ്ട് അല്ലേ? നിങ്ങൾക്കൊന്നും സുഖമായിട്ട് നടക്കാം. എന്റെ തല മുട്ടും. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ട് നമുക്ക് അടുത്തേക്ക് ഇതിൽ തല ഇടിക്കുന്ന രീതിയിൽ അങ്ങോട്ട് അടുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിൾ കുറച്ച് വീതി കൂട്ടിയിട്ട് വെച്ചു. അപ്പോൾ അതൊരു ഡിസൈനുമായി. കണ്ടോ, ഇവിടെ 2 ബോക്സ് ഇങ്ങനെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാം, ബുക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാം. ഈ ടേബിൾ കുറച്ച് ഇങ്ങനെ ഒരു അണീവനായിട്ട് കുറച്ച് ഇങ്ങനെ അതിൽ നിന്ന് വിട്ട് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരില്ല. ആ ചെയർ വലിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തല തട്ടുകയില്ല അല്ലേ? പിന്നെ നമ്മളിവിടെ ലൈറ്റ് കൊടുത്തു അല്ലേ? ഈ ഒരു ലൈറ്റും കൊടുത്തു. ഇവിടെ ലൈറ്റ് വെച്ചു, പ്ലഗ് സംഭവങ്ങളുണ്ട്. അതെ. പിന്നെ ഒരു ടേബിൾ ലാമ്പും വെച്ചു. ഇവിടെ നല്ല സുഖമായിട്ട് കുട്ടിയേക്ക് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റും. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിച്ചണിന്റെ അടുത്ത് തന്നെ സ്റ്റഡി ഏരിയ നമ്മൾ ചൂസ് ചെയ്തെന്താ വെച്ചാൽ പിന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്പേസും കൊടുത്തു. അത് നമുക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? മക്കള് വാതിലൊക്കെ അടച്ച് വായിക്കണേനേക്കായി നല്ലത് നമ്മളൊക്കെ കാണുന്ന രീതിയിൽ അവര് വായിക്കാണ് നല്ലത്. അപ്പൊ ഇവിടെ കിച്ചണിൽ നിൽക്കുന്ന സമയത്തും നമുക്ക് ലൈറ്റ് ഇട്ടിട്ടില്ല കിച്ചണിൽ. ഞാൻ ഓഫ് ചെയ്തു. കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അവരവിടെ എന്ത് ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ്, അത് നമ്മൾ അന്നേ അങ്ങനെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അതായത് ഈ ഒരു ഇത് പടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കല്ല് വെക്കുന്ന സമയത്താണ് ഇവിടെ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇരുന്നോട്ടെ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ലൈറ്റ് നമ്മുടെ ഒരു ലാൻഡിങ്ങിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ലാൻഡിങ്ങിൽ ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഒരു ഡോർ ഉണ്ട്, ഒരു ബാക്ക് യാർഡ്, ബാക്കിൽ ചെറിയൊരു സ്പേസ് അല്ലേ? എന്നാ ഇനി എങ്ങോട്ടാ പോണേ? നമുക്ക് ബെഡ്റൂം അല്ലേ? 2 ബെഡ്റൂം ഉണ്ട്. താഴത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂംസ് ആണ്. നമ്മളിങ്ങനെ വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ചെറിയ പാസേജ്. ഇവിടെ പാരൻസ് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബെഡ്റൂം ആ ഭാഗത്ത്. ഇവിടെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. യെസ്. ഇവിടെ ബെഡ്റൂമിലാണെങ്കിലും വീട്ടില് പൊതുവെ മൊത്തത്തിലും നിങ്ങൾക്ക് ഒരു ഇച്ചിരി ഒരു ബ്ലാങ്ക് ഫീൽ വരാൻ സാധ്യത. അതായത് നമ്മള് നേരത്തെ പറയുന്നു, നമ്മള് ഈ എന്താ പറയാ ഇന്റീരിയർ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു ആർട്ട് പീസസ് ഒക്കെ ഒരുപാട് വെക്കണില്ലെങ്കിൽ പോലും 1-2 അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെക്കണം നമ്മൾ പ്ലാനിലുണ്ട്. അതുപോലെ കുറച്ച് ഫ്രെയിംസ് ഒക്കെ വെക്കണം എന്നൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ട്. പക്ഷെ അതൊന്നും വെച്ചിട്ടില്ല. കണ്ടോ, ഇവിടെയൊക്കെ ഒരു ബ്ലാങ്ക് ഫീലാണ്. നമ്മൾ ആ ഉദ്ദേശിച്ച സംഭവങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു എന്താ പറയാ നല്ല ഫീൽ കിട്ടും. ഇവിടെയൊക്കെ ഫുള്ള് നല്ല ബ്ലാങ്കാണ്. ആക്ച്വലി ഇവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആകാൻ കാരണം ഞാൻ ഈ കട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇവിടെ നമുക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഒരു ടേബിൾ ഇവിടെ വരും കേട്ടോ. നമുക്കൊരു വർക്കിംഗ് ടേബിളൊക്കെ ഇവിടെ വരും. പിന്നെ ഇത് നമ്മുടെ ബെഡ് അല്ലേ? ബെഡും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബെഡിന്റെ 2 സൈഡിലും കോട്ട് ബോക്സസ് ഉണ്ട്. അതിൽ തന്നെ അത് ഉപയോഗമാണ്. അതിൽ തന്നെ നമുക്ക് ഈ സ്വിച്ചുകളൊക്കെ കോട്ട് ബോക്സിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു വിൻഡോ ഈ ബെഡ്റൂമിന്റെ ഹൈലൈറ്റ് ഒരു വലിയ വിൻഡോ തന്നെയാണ്. പുറത്തേക്കുള്ള അതെ, ഗേറ്റിലേക്കുള്ള ഒരു വ്യൂ ഇവിടുന്ന് ഇങ്ങനെ കിട്ടുകയും ചെയ്യും. ഈ രീതിയിലുള്ള ഒരു ബെഡ്റൂം. വേറെ എന്താണ്? ബെഡ്റൂമിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ എല്ലായിടത്തും നമ്മൾ കണ്ട ഈ ഒരു സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ എല്ലാം പ്രത്യേകിച്ചൊന്നും അവിടെ എന്താ പറയാ വെറൈറ്റി സംഭവങ്ങളൊന്നും ചൂസ് ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ലൈറ്റ്. പിന്നെ ഈ ഭാഗത്തേക്ക് നമുക്ക് ചെറിയൊരു വാർഡ്രോബിനുള്ള സ്പേസ് ഉണ്ട്. നല്ല വലിപ്പത്തിൽ തന്നെ ഫുൾ
ചുമര് തന്നെ കൊടുത്തു, ഫുൾ ചുമര് തന്നെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മിറർ സെറ്റ് ചെയ്യാനുണ്ട്. അതെ, ഇവിടെ മിറർ വെക്കാനുണ്ട്. അതും കൂടി മിറേഴ്സ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ നമ്മുടെ വാഷ്റൂം അല്ലേ? വാഷ്റൂം ഒരുപാട് വലുതൊന്നല്ല, ഒരു സ്മോൾ സൈസ് തന്നെയാണ്. പക്ഷെ ഉള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊക്കെ ടൈലൊക്കെ ഫെവിന്റെ ഇഷ്ടത്തിന് കുറെ മെനക്കെട്ട് നമ്മൾ നടന്ന് കിട്ടിയതാണ് കേട്ടോ. ഒരു വാള് മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേറൊരു ഡിസൈനും ബാക്കിയുള്ളത് ഒരുപാട് പ്രത്യേകത ഒരു സാധാരണ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഭയങ്കര തൃപ്തിയായി. പിന്നെ വാൾ ഹങ് ആയിട്ടുള്ള കമോഡാണ്, ക്ലോസറ്റ്. പിന്നെ ഒന്നുമില്ല അങ്ങനെ എടുത്തു പറയാനുള്ള പ്രത്യേക സംഭവം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിററും അതിന്റെ മിറർ ലൈറ്റും ചെറിയ വാഷ് ബേസും, ഒരു സിമ്പിൾ ആയിട്ടൊരു വാഷ്റൂം. പിന്നെ ഇതാണ് കേട്ടോ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബെഡ്റൂമേ. ഒരു നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റൂം അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ഇവിടെ വാഷ്റൂം ഉണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ്. ഇവിടെ അധികം സ്പേസ് ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനൊരു സ്ലൈഡിങ് ഡോർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് ഒരു ടേബിൾ ഉണ്ട്. ഉപ്പാക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെക്കാണ്ടാവും എപ്പോഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കബോർഡ് പോലത്തെ സംഭവം വാളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊരു ഡോറുണ്ട് കേട്ടോ. അതായത് ഉപ്പാക്കും ഉമ്മാക്കും ഒരു സെപ്പറേറ്റ് ചെറിയൊരു സിറ്റ് ഔട്ട് കേട്ടോ. അതായത് അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സിറ്റ് ഔട്ട് കേട്ടോ. വളരെ ചെറിയ ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാൻഡ് റെയിലൊക്കെ വെക്കണമെന്ന് ആദ്യത്തെ പ്ലാനിൽ നമ്മൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഹാൻഡ് റെയിൽ വെച്ചാൽ പിന്നെ അത് ഒരു കൺജഷൻ ഫീൽ ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിട്ട് കേട്ടോ. അധികം ഹൈറ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തും വേണമെങ്കിലും ഇറങ്ങാൻ പറ്റും. ഈ സ്റ്റെപ്പിൽ കൂടെ തന്നെ ഇറങ്ങണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ അതെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഗേറ്റിലേക്കും ചെടി വെച്ചു. ഇതൊക്കെ നമ്മള് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വെച്ചതാണ് നമ്മള്. പക്ഷെ അത് കറക്റ്റ് സ്പോട്ടായി പോയി. ഇപ്പൊ ഇങ്ങോട്ട് കേറുപോയി വീട്ടിലേക്ക് ആരും വന്ന് കേറുമ്പോ ആദ്യം കണ്ണിലുടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചെടി. ഭയങ്കര രസമായിട്ട്. പിന്നെ അതിന്റെ അവിടെ ഒരു ലൈറ്റ് അല്ലേ? ഇങ്ങനത്തെ വാൾ ലൈറ്റ് ഔട്ട്ഡോറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് ഏകദേശം എല്ലാം ഈ ഒരു തീമാണ്. അതും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും. ഈ ഒരു ഏരിയ കാണിച്ചിട്ടില്ലല്ലോ, ഈ ഒരു ഭാഗം. ഈ ഒരു സൈഡും ഇതേപോലെ കുറച്ച് ഭാഗം പുല്ല് വെച്ചു നമ്മള്. നമുക്കിനി സിറ്റ് ഔട്ടിലൂടെ തന്നെ അകത്തേക്ക് ഡോറിൽ കൂടെ തന്നെ അകത്തേക്ക് കയറിയിട്ട് ഇനി നമുക്ക് മുകളിലേക്ക് പോകണം. അപ്പൊ നമ്മള് താഴത്തെ 2 ബെഡ്റൂമും കണ്ടു. ഈ വരുന്ന വഴിക്ക് 2 പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ്. ഈ വീടിന്റെ അകത്തൊരു ചെറിയൊരു പച്ചപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ഫീലാണ്. നമുക്ക് രണ്ടാൾക്കും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒറിജിനൽ തന്നെ വെച്ചു. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോകണം. മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റെയർ കേസിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. ഇതും നമ്മൾ വീട് പണി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മെറ്റലിൽ സ്റ്റെയർ കേസ് ചെയ്യണമെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു കേട്ടോ. പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്സ് എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത് അതൊരു ഭയങ്കര ബൾക്കി സംഗതി വരും. ഒരു വലിയ കട്ട കുറേ കോൺക്രീറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ ഭീകരമാക്കി ഉണ്ടാക്കി വെക്കും. അതിനകത്ത് താല്പര്യമില്ല. പിന്നെ വേറൊരു കാര്യം, അത് ഇച്ചിരി എന്താ പറയുക, സൈക്കോ പരിപാടിയാണ് കേട്ടോ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ, നമ്മൾ അതിന് കയറുമ്പോൾ ഈ ഒരു സംഗതി ഇല്ലേ, ഒരു ചെറിയൊരു വൈബ്രേഷൻ. മറ്റേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമല്ലേ, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇത് നമ്മളിങ്ങനെ ചെറിയ വൈബ്രേഷൻ ഉണ്ട്, ചവിട്ടുമ്പോൾ എന്തോ ഒരു സുഖം, ആ ഒരു തരിപ്പും ചെറിയ ഒരു സൗണ്ടും. അതാണ് ഇങ്ങനെ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മറ്റേനേക്കാളൊക്കെ വേറൊരു കാരണമുള്ളത്, നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഒരു അടഞ്ഞ ഫീലായിരിക്കും. നമ്മുടെ ഈ ഒരു ഓപ്പൺ കൺസെപ്റ്റിന് ഇത് നല്ലതാണ്. ഭയങ്കര സ്പേഷ്യസ് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ഈ ഗ്യാപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതൊരു വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യില്ല. കോണി അതിൻ്റെ ധർമ്മം നിറവേറ്റിക്കൊണ്ട് ഒരു മുക്കിലിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളും ഇങ്ങനത്തെ കോണി ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് ഇത് ഈ സൈഡൊക്കെ കണ്ടോ, ഇങ്ങനെ 10 mm ഒരു ഫ്ലാറ്റായിട്ടുള്ള സാധനമാണ്. അതേ സംഗതി കൊണ്ട് തന്നെ സ്റ്റെപ്പും ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലും താഴെയും മരം കൊണ്ട് പാനൽ ചെയ്തതാണ് കേട്ടോ. എന്താ ഉപയോഗിച്ചത്, എന്ത് മരമാണ്? ഈ മരം ഇതുപോലെ കുറേ നമ്മൾ അന്വേഷിച്ച് നടന്നതാണ്. ഇങ്ങനെ വളയും തീയൊന്നും ചെയ്യാത്ത രീതിയിൽ ഇത് വേണ്ടിയിട്ട് കുറേ അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ്. മഴുക്കൊല്ലി വാഗ എന്നാണ് ഈ മരത്തിൻ്റെ പേര്. ഇതും കുറേ അന്വേഷിച്ചിട്ട് നമ്മുടെ കാപ്പുറമ്പുള്ള കരിയൊക്കെ ഉണ്ട് നമുക്കിത് സെറ്റാക്കി തന്നത്. അപ്പോൾ നമുക്കിതങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് കയറി പോവാം. മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് ഈ തടാതെ ഇല്ല, നമ്മുടെ ഈ ഒരു ലൈറ്റ് ഇവിടെ ഇങ്ങനത്തെ ഒരു 2 ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഡയറക്റ്റ് ലൈറ്റിൻ്റെ സോഴ്സ് കാണാതെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. ആ ടൈപ്പ് ലൈറ്റാണ്. ഈ സൂക്ഷിച്ച് കയറി കേട്ടോ. പിന്നെ മുകളിൽ ക്യാമറയൊക്കെ നോക്കി നടക്കുമ്പോൾ വീഴണ്ട. ഇല്ല. ഇവിടെ ഈ ലാൻഡിങ്ങിൽ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പ്ലാന്റ്സ് നേരെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഒന്നും അങ്ങനെ ഒരു അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ചു മാത്രം. ഫസ്റ്റത്തെ കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു 3 സ്റ്റെപ്പ് ഇവിടെ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ വളരെ ആലോചിച്ച് പ്ലാൻ ചെയ്തുണ്ടാക്കിയ സ്പേസ് ആണ് കേട്ടോ. വാ കയറി വാ. ഇവിടെ ഹാൻഡ് റെയിൽ വെച്ചിട്ട് സേഫ് ആക്കിയതിന് ശേഷം ഒരു കുഞ്ഞ് സ്റ്റഡി ഏരിയ. താഴത്ത് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ താഴത്ത് കിട്ടുന്ന അതേ സ്പേസിൽ നമുക്ക് ഇവിടെയും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. ഇവിടെ നമ്മൾ ചെറിയൊരു ടേബിളും ഒരു ഷെൽഫും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചു. ഈ ഒരു ഭാഗം ഓപ്പൺ ആണ്. ഇവിടെ 3 ഡോർ വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഡോറാണ്. ഇതൊക്കെ ബുക്ക് ഷെൽഫാണ്, പക്ഷെ കാലിയായി കിടക്കുകയാണ്. നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് പുസ്തകങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ട് വെക്കണം. പിന്നെ ഇതിന്റെ ഫ്ലോർ നമ്മൾ താഴെ സ്റ്റഡി ഏരിയയിൽ ഉപയോഗിച്ച അതേ സെയിം ഫ്ലോർ തന്നെയാണ്. ഇങ്ങനെതാ ഈ വുഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് നല്ല ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അല്ലെ, കാണാനും വലിയ കുഴപ്പമില്ല. പിന്നെ ഇതാ വേറെ ഈ ഭാഗത്തുള്ള ഒരു ഹൈലൈറ്റ് സംഗതി, നമുക്ക് ഈ ഷെൽഫിൽ നിന്ന് ബുക്സ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് വായിക്കാം. നല്ല രസം അവിടെ ഇരിക്കാൻ. നമുക്കിത് തുറന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കാറ്റും കിട്ടും കേട്ടോ. ഈ ബേ വിൻഡോ എന്ന് പറയുന്ന കൺസെപ്റ്റ് കണ്ടുപിടിച്ചത് എന്തായാലും അടിപൊളിയല്ലേ. ശരിക്കും വെറുതെ വേസ്റ്റ് ആയി പോകുന്ന സ്പേസ്. വീടുകളിൽ, തറവാട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. ഇത് കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ട് കാറ്റും കിട്ടും. പുറത്തുനിന്ന് പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. രാവിലെയൊക്കെ അടിപൊളിയാണ്. രാവിലെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡിങ് ഏരിയ കേട്ടോ. ഇവിടെ പിന്നെ നമ്മളിങ്ങനെ ആ ഒരു ബ്ലൈൻഡ് ചെയ്തിരുന്നു അല്ലേ, റോമൻ ബ്ലൈൻഡ് ചെയ്തിരുന്നു. അത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചതാണ്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് പോവാം അല്ലേ. ഇവിടെ ഈ ഒരു ലൈറ്റ് ഉണ്ടെന്ന്, ഈ ഒരു ഹാങ് ചെയ്ത ഒരു ലൈറ്റ് ഇല്ലേ, സിമ്പിൾ ആയിട്ടുള്ളത്. ഇതും നമ്മൾ സ്കോറിയോ ലൈറ്റ്സ് തന്നെ വാങ്ങിച്ചാൽ കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് സംഗതി. നമുക്ക് വളരെ സിമ്പിളാണ്. അത് ഇട്ടാൽ തന്നെ നമുക്ക് നല്ല രസമുള്ള ഒരു വാം ലൈറ്റ് അത്യാവശ്യം എല്ലായിടത്തും കിട്ടും. അതെ. അപ്പോൾ മുകളിലേക്ക് വരുമ്പോഴാണ് ചെറിയൊരു ഹാള് ഇവിടെ അപ്പർ ലിവിംഗ് റൂം. ഇതിനെന്താ പറയാ, ഇങ്ങനത്തെ സ്പേസ്, ഓപ്പൺ സ്പേസ് ഉണ്ടാവും. ഇത് വളരെ ചെറുതാക്കിയിട്ടുണ്ട്. ഈ സ്ഥലം ശരിക്കും വലിയൊരു ഉപയോഗമൊന്നുമില്ല, വേസ്റ്റ് ആണ്. അപ്പോൾ നമ്മളത് മാക്സിമം അവിടെ ചെറുതാക്കി. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഉപകാരമുള്ളത്, നമ്മൾ അയൺ ടേബിൾ അയൺ ചെയ്യാൻ ഇവിടെ നമുക്ക് ഉപ്പാക്ക് പിന്നെ അത്യാവശ്യം വലിയൊരു ടേബിൾ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സാധാ ഒരു നോർമൽ അയൺ ടേബിൾ അല്ല ഇത്, ഇങ്ങനെ ഒരു ടേബിൾ സെറ്റ് ചെയ്തു. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ഇൻവെർട്ടർ ഒക്കെ അതിന്റെ അകത്ത് പോകും. പിന്നെ അതിന്റെ മുകളിൽ നമുക്ക് അയൺ ചെയ്യാൻ പറ്റും. ഇൻവെർട്ടർ വരുന്നതുകൊണ്ടാട്ടോ നമ്മൾ അതിനകത്ത് എയർ വെന്റ് വെച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ. ഈ വിൻഡോ നമ്മൾ പ്ലാൻ ചെയ്തതൊന്നും അല്ലെങ്കിൽ പോലും ഇത് ഇവിടെ അയൺ ചെയ്യുന്നിടത്ത് ഭയങ്കര സൗകര്യമല്ലേ. ഈ ബൾബ് നമ്മൾ അയൺ ടേബിളിന് വേണ്ടിയിട്ട് വെച്ച ബൾബാണത്. പക്ഷെ അത് ഇട്ടില്ലെങ്കിൽ പോലും എപ്പോഴും ഇവിടെ നല്ല വെളിച്ചം അല്ലേ, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മുകളിലത്തെ ഹാൾ കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു റൂമുണ്ട് അല്ലേ. ഇത് നമ്മുടെ ഒരു ഓഫീസ് റൂമാണ് കേട്ടോ. ഓഫീസ് റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്കുകളൊക്കെ ഇങ്ങനെ ഇവിടെ സ്വസ്ഥമായി ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് താഴെ ലിവിങ് സ്പേസിലേക്ക് ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ ഫസ്റ്റ് പ്ലാനിൽ ഇല്ലാത്തതാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ കല്ല് കെട്ടുന്ന, ചുമരൊക്കെ കെട്ടുന്ന പണി നടക്കുമ്പോൾ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് എനിക്ക് ഇവരിവിടെ കല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഞാൻ ഇവിടെ ഓഫീസ് റൂമിൽ ഇരുന്ന് ഞാനിതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ താഴത്തെ ആരെങ്കിലും വന്നാലോ, എനിക്കൊരു പുറം ലോകമായിട്ട് വീടിൻ്റെ മറ്റു ഭാഗത്തേക്ക് എനിക്കൊരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്ക് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു ഇവിടെ ഓപ്പൺ ചെയ്താലോ. എന്നിട്ട് നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചു, കനോപ്പി ആർക്കിടെക്ചേഴ്സ്, അവരോട് ചോദിച്ചപ്പോൾ അവരും ഓക്കെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഒരു ഹാൻഡ് റെയിൽ വെച്ചു. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ താഴെ ലിവിങ് സ്പേസിലേക്ക് കാണാൻ പറ്റും. അവിടെ നിൽക്കുന്ന ആൾക്കാരായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റും. ഇവിടെ ഇനി ഒരു ടേബിൾ വരും, ഒരു ഓഫീസ് ടേബിൾ വരും. ഇവിടെ ഒരു ഇതുണ്ട്, വാർഡ്രോബ് മീൻസ് നമ്മളെ ജോലിയുമായി ബന്ധപ്പെട്ട സംഗതികൾ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കുറേ സംഭവങ്ങൾ ചാർജ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ കുറേ പ്ലഗ് പോയിന്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വർക്കൊക്കെ ചെയ്ത് ക്ഷീണിക്കുകയാണെന്ന് എനിക്ക് ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വീണ്ടും ഒരു ബേ വിൻഡോ. ഇതും ഒരു അടിപൊളി സ്പേസ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഗ്ലാസ് ആണ്, നമുക്ക് ലോക്ക് ഇതാക്കിയിട്ട് മാറ്റിയാൽ നീക്കി വെക്കാം.
ഇവിടെ ഇങ്ങനെ കാറ്റ് കൊണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെയും കേട്ടൺ ഉണ്ടായിരുന്നു കേട്ടോ. അതിനും ചെറിയൊരു ലെങ്ത്തിൽ ചെറിയൊരു അധികം ഇത്തിരി 1 ഇഞ്ച് അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നൗഷാദ് ബ്രോ അയച്ചു കൊണ്ടുപോയതാണ്. 2 ദിവസം കൊണ്ട് കൊടുന്ന് വെച്ച് തരുമെന്ന് വിചാരിക്കുന്നു. ഈ കേട്ടൺ ഉണ്ടാകുമ്പോൾ നല്ല രസമാട്ടോ അവിടെ കാണാൻ. ഭയങ്കര ഇഷ്ടമായി. അന്ന് നമ്മുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ വന്നവരും പറഞ്ഞു ഈ ഒരു ഏരിയയെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ. അങ്ങനെ ഓഫീസ് റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം, 3ാമത്തെ ബെഡ്റൂം അല്ലേ. ലൈറ്റ് ഓണ. യെസ്, ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. അതായത് താഴത്ത് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബെഡ്റൂമിൻ്റെ നേരെ മുകളിൽ വരുന്ന ബെഡ്റൂം. അതിലത്തെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. പിന്നെ വാർഡ്രോബ് ആ ഭാഗത്തായിട്ടുണ്ട്. ഇവിടെ നമ്മൾ പല റൂമിലും ചെറിയ ഒരു വിൻഡോ ആണ് അതേപോലത്തെ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി കേട്ടോ. ചെറിയ വിൻഡോ എനിക്ക് തോന്നുന്നു എല്ലാ റൂമിലും ഇതേപോലെ ചെറിയ വിൻഡോ ആക്കിയാൽ മതിയായിരുന്നു ക്ലീൻ ചെയ്യാൻ എളുപ്പം. അതാണ് മെയിൻ കാര്യം. അതെ, പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് അത്യാവശ്യം വലിയ വാർഡ്രോബാണ്. മുകളിലുണ്ട്. എല്ലാ വാർഡ്രോബിന്റെയും മുകൾ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ സ്പേസ് ഇട്ടുണ്ട്. അതിനെന്തോ പേര് പറയും. അത് ഭയങ്കര അത് ഒറ്റ ഒന്നാണ് കേട്ടോ. അതിന് ഇടക്ക് കെട്ടൊന്നുമില്ല. അത് കാരണം നമുക്ക് വലിയ വലിയ ബ്ലാങ്കറ്റ് സംഭവങ്ങൾ അങ്ങനത്തെ ഒക്കെ വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു ബെഡ്റൂം കൂടി ഉണ്ട് മുകൾ ഭാഗത്ത്. കോണി കയറി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ബെഡ്റൂം ഇതാണ്. ഇത് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം അല്ലേ. പ്രത്യേകിച്ചൊന്നും ഈ പറഞ്ഞ പോലെ ഇല്ല. ചെറിയൊരു ടേബിൾ ഉണ്ട്, പഠിക്കാനോ ഒക്കെ പറ്റിയൊരു ടേബിൾ ഉണ്ട്. അത്യാവശ്യം വലിയ സൈസിലുള്ള ബെഡ് കോട്ട് ഉണ്ട്. പിന്നെ ബാക്കിലേക്കൊരു വിൻഡോ, ഇവിടെ വാർഡ്രോബ്. ഇത് പിന്നെ നമ്മൾ കുറച്ചൊരു സ്പേസ് ഇങ്ങനെ ഉള്ളിലേക്ക് ഉണ്ട്. അപ്പോൾ വാർഡ്രോബ് അവിടെ ഒതുങ്ങി നിൽക്കും. ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ല യൂസ്ഫുൾ ആണ്. എന്താ വെച്ചാൽ കുറച്ച് ഇത് കൂടും, സ്പേസ് ഏരിയ കൂടും. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ആ ഒരു ഇടുക്കം ഫീൽ ചെയ്യൂല. നല്ല വൃത്തിയിൽ അവിടെ ഒതുങ്ങിയിരിക്കും. പിന്നെ ഇത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. ഇനി ഇവിടെ വേറെ റൂമിനെ കുറിച്ച് പറയാനുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ലോക്ക് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഹൗസ് വാമിങ്ങിന് ആൾക്കാർ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് അതിനകത്ത് നാഗവല്ലി ഉണ്ട് എന്നാണ്. അത് ലോക്കഡാണ്. നമ്മൾ വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്റ്റുഡിയോ കം ഒരു മിനി ഹോം തിയേറ്ററിലുള്ള സ്പേസ് കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച റൂമാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ അത്യാവശ്യം എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ അത് പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ സ്പേസ് ഇപ്പം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളതിന് സ്പേസ് റൂം കണ്ടു, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് പൂട്ടിയിട്ടാണ്. അപ്പോൾ ഭാവിയിൽ നമ്മളത് ഒരു സ്റ്റുഡിയോ കം മിനി ഹോം തിയേറ്റർ ആക്കി മാറ്റും. അപ്പോൾ ആ റൂമുകൾ നിൽക്കട്ടെ. അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഓപ്പൺ ടെറസിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇങ്ങനെ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് അല്ലേ, നമ്മുടെ ഒരു ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം. യെസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ റോഡിലേക്കും ആ വഴിയിലേക്കൊക്കെ ഇങ്ങനെ കാണാല്ലേ, നല്ലൊരു വ്യൂ കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ഈ ചെടികളൊക്കെ ആക്ച്വലി ഇത് നമുക്ക് ഇവിടെ കാര്യമായ പ്ലാനുണ്ട് കേട്ടോ. അതായത് കുറച്ച് വലിയ പോട്ട് വെച്ചിട്ട് ഈ ബൊഗൻവില്ലിനെ ഒന്ന് വലിയ തിക്കാക്കി എടുക്കണം എന്നുള്ളത് നമ്മുടെ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അങ്ങനെ വെക്കണം എന്നൊക്കെയാണ് നമ്മുടെ പ്ലാന്. അതെ നോക്കാം, ടൈം അനുസരിച്ചിട്ട് അത് ശരിയാക്കണം. പിന്നെന്താണ് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ പിന്നെന്താ ഈ ഒരു ലൈറ്റ് അല്ലേ, താഴെയൊക്കെ കാണിച്ച പോലത്തെ ലൈറ്റ് ഇവിടെ ഉണ്ട്. ഇനി അപ്പുറത്തും അപ്പുറത്തുണ്ട് നമുക്കൊരു ഓപ്പൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിന്റെ അടുത്തുള്ള ഒരു ഓപ്പൺ ഏരിയ, ഓപ്പൺ ടെറസ്. ഇങ്ങനെ വരാം. ഇത് കുറച്ച് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. അതായത് നമ്മൾ ആ വർക്ക് ഏരിയയുടെ ഭാഗത്ത് അതിൻ്റെ റൂഫായിട്ട് വരുന്ന ഭാഗമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണങ്ങാനിടാനും അല്ലേ, അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റും. പിന്നെ ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ, നമ്മള് പുൽത്തകിടി വെച്ചിട്ടുള്ള ഒരു ഭാഗത്തിന്റെ നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടും. കണ്ടോ, ഈ ഒരു തൈകളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും, ഈ ഒരു ചെടിയൊക്കെ. അതായത് ഈ ഭാഗത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് അവിടെ നമ്മളെ ഇതല്ലേ നമ്മളെ വേസ്റ്റ് കുഴിയുടെ സ്ലാബാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ഏരിയയിൽ വലിയൊരു ഭാഗം നമ്മളെ വേസ്റ്റ് കുഴീൻ്റെ സ്ലാബാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും നടാനൊന്നും പറ്റില്ല, പച്ചക്കറി നടാനോ അതിനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നമ്മൾ വെറുതെ വിട്ടാലും ആ ഭാഗം ഈ പുല്ലൊക്കെ വന്ന് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആക്കിയതാണ്. പരമാവധി നമുക്ക് ഇത് നിലനിർത്താൻ നോക്കണം, നല്ല ആഗ്രഹമുണ്ട്. പിന്നെ മുരിങ്ങയൊക്കെ വലുതായ അവിടെ വന്നിട്ട് പറിക്കാല്ലേ, മുരിങ്ങ വലുതായ ഇവിടുന്ന് പറിക്കാൻ പറ്റും. അതുപോലെ ഈ ചെറിയ തൈ കാണുന്നത് വേപ്പിൻ്റെ ഇലയാണ്, കറിവേപ്പില. അതും നമുക്ക് വലുതായി കഴിഞ്ഞാൽ ഇവിടുന്ന് പറിക്കാൻ പറ്റും.
പിന്നെന്താണ് ആ റംബൂട്ടാനൊക്കെ വലുതായി ഇങ്ങോട്ട് എത്തുമോ? എത്തുവാണെങ്കിൽ നമുക്ക് അതും ഇവിടുന്ന് പറിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ തൊട്ട വീട് കണ്ടോ, അവരുടെ ആ ഒരു വിൻഡോയും. ഇത് നമ്മുടെ തൊട്ട വീടാണ് കേട്ടോ. നമ്മുടെ കുമാരേട്ടൻ്റെയും ഫാമിലിൻ്റെയും വീടാണ്. അവരായിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇതാ നമ്മുടെ അപ്പുറത്തൊക്കെ തൊട്ട് വീട്. ഓക്കെ, അവിടെ നമ്മുടെ സുഹൃത്ത് ജുഫൈലിൻ്റെ വീടാണ്. ദാസേട്ടൻ അങ്ങനെയുള്ള നമ്മുടെ അയൽവാസികളുടെയൊക്കെ വീടുകളാണ് കേട്ടോ. പിന്നെ അവിടെ ഈ ഓപ്പൺ ടെറസിൽ നമ്മൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു വാഷ് ബേസിനും വെച്ചു അല്ലേ. ഇത് നമുക്ക് ഈ പറഞ്ഞ മാതിരി മുളക്, മല്ലി, അരി കഴുകി ഉണക്കുക, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അത്യാവശ്യം വലിയ സ്പേസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇനി എന്താ കാണിക്കാണ്ട് മോളിൽ പോണ്ടേ? മോളിൽ പോകണം. മുകളിലേക്ക് ഒരു ചെറിയ സാധാരണ കോണിയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് എളുപ്പം കയറി പോകാൻ പറ്റുന്ന കോണിയൊന്നല്ല. കാരണം അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ എപ്പോഴും എല്ലാവരും ഒന്നും കയറേണ്ട കാര്യമല്ല. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറേണ്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാട്ടർ ടാങ്ക് കഴുകേണ്ടി വരുമ്പോഴും പിന്നെ ഇവിടെ സോളാർ വെച്ചിട്ട് അതിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. മുകളിൽ ഇതാ നമ്മൾ സോളാർ വെച്ചിട്ടുണ്ട് കേട്ടോ. 5 kW സോളാർ പ്ലാന്റാണ് സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ അലനല്ലൂരിലെ ജെ ടെക്നോളജീസാണ് ഇത് സ്ഥാപിച്ച് തന്നത്. നമുക്ക് ഫസ്റ്റ് ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ട് ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാധാരണ സോളാർ പ്ലാന്റ് ചെയ്യുന്നത് പോലെയല്ല കേട്ടോ, ഇവരുടെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് വിശദമായിട്ട്, അത് ഞാൻ പിന്നെ പറയാം. പിന്നെ ഇതാ ഇവിടെ നമ്മളിത് കുറേ മുമ്പേ വെച്ചിട്ടുണ്ട്. HEL എന്ന കമ്പനിയുടെ വാട്ടർ ടാങ്കാണ്. അതേ കമ്പനിയുടെ തന്നെ നമ്മുടെ ഈ സോളാർ വാട്ടർ ഹീറ്ററും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതൊന്നും ചെയ്തിട്ടില്ല, കുറേ മുമ്പ് വെച്ചാണ് ഇത് രണ്ടും നമ്മൾ അല്ലേ. ബാക്കിലേക്ക് പോയല്ലേ? ഇല്ലല്ല, ബാക്കിലേക്ക് പോകില്ല. ഇവിടെ കുറച്ച് അലമ്പാണ്. കുറച്ച് ഓടുകളൊക്കെ ജസ്റ്റ് അതിന് മുകളിലേക്ക് കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് മഴയെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മൾ അകത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ മഴ പെയ്തു. അപ്പോൾ ആ സോളാർ പാനലിൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ച് പൊടി ഉണ്ടായിരുന്നില്ല. ആ പൊടിയിൽ ഈ മഴത്തുള്ളി വീണിട്ട് ഇങ്ങനെ ഒരു ചളി കാണുന്നത് കണ്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം എന്തായാലും. താഴേക്ക് ഇറങ്ങാം അല്ലേ? അപ്പോൾ ഇതാ കഴിഞ്ഞില്ലേ, വീടിൻ്റെ ഏകദേശം ഇൻറ്റീരിയർ മുഴുവനും പുറത്ത് മുൻഭാഗം ബാക്ക് നമ്മൾ കാണിച്ചിട്ടില്ല. നമ്മൾ കാണിച്ചതല്ലേ നമ്മുടെ തൈകളൊക്കെ പച്ചക്കറിയൊക്കെ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുറേ സംഭവങ്ങൾ വെച്ചിരുന്നു. അതൊക്കെ കുറച്ച് നമ്മൾ സ്ഥിരമായിട്ട് നോക്കാനില്ലാത്തതുകൊണ്ട് അലമ്പായിരുന്നു. ഇപ്പം നമ്മൾ മൊത്തം കളഞ്ഞിട്ട് ഇനി പുതിയത് വെക്കണം. വെക്കുമ്പോഴൊക്കെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. എല്ലാ ഭാഗവും കാണിച്ചു എന്ന് വിചാരിക്കണു. ഒരാൾ എപ്പോഴും കമൻറ്റ് ചെയ്യില്ലേ, നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരം കമന്റ് ചെയ്യണ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല വിശദമായിട്ട് തന്നെ ഹോം ടൂർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. വിശദമായിട്ട് കാണിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വേറെ അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണിക്കാം. പിന്നെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ വലിയ നന്ദിയും കടപ്പാടും അറിയിക്കാനുള്ളത് നിങ്ങൾ പ്രേക്ഷകരോടാണല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അതായത് നിങ്ങൾ നമ്മളോട് കാണിച്ച ആ ഒരു ഏറ്റവും വലിയ സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും നമുക്ക് ഇത് വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാനൊക്കെ പറ്റിയത് കേട്ടോ. അതെ, നമ്മൾ ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു അല്ലേ? അതായത് നമ്മുടെ ഈ ഒരു വീട് പണി തുടക്കം മുതൽ അതൊന്ന് പൂർത്തീകരിച്ച് കാണാൻ എനിക്ക് തോന്നുന്നു നമ്മളെക്കാരും കൗതുകത്തിൽ ഒരുപാട് പല കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ നീണ്ടു പോകുമ്പോൾ ഡിലേ ആകുമ്പോഴൊക്കെ എത്ര പേരാണെന്നറിയോ വിളിച്ചന്വേഷിക്കുന്നത്. അതായത് ഞങ്ങളെക്കാൾ കൂടുതൽ ഈ വീട് പൂർത്തിയായി കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് പ്രേക്ഷകരുടെ കൂട്ടത്തിൽ. അപ്പോൾ അവരോടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഇവിടം വരെ എത്തിച്ച തുടക്കം മുതൽ ഈ ഒരു ഘട്ടം വരെ അല്ലെങ്കിൽ ഈ ഒരു സമയം വരെ നമ്മുടെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. ജസ്റ്റ് ഒരു നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ബന്ധമൊന്നുമല്ല നമ്മൾ തമ്മിൽ. പിന്നെ അതേപോലെ തന്നെ അതിൽ ഓരോരുത്തരെയും നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അതെ അതെ അതെ. നിങ്ങളൊക്കെ ഇപ്പോൾ അറിയാലോ, ഒരു എല്ലാവരെയും കൂടിയും ക്ഷണിച്ചിട്ട് നമുക്കൊരു ഹൗസ് വാമിംഗ് ഒന്നും പറ്റില്ല. നമ്മളെ ഏറ്റവും അടുത്തുള്ള ആളുകളെ മാത്രം, മീൻസ് നാട്ടിൽ തന്നെയുള്ള ആളുകളെ മാത്രം ക്ഷണിച്ചിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മളിവിടെ താമസം തുടങ്ങി, ഇപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് നമ്മുടെ വീട് വിസിറ്റ് ചെയ്യണം അല്ലേ? എല്ലാവരും ക്ഷണിക്കുകയാണ്. പിന്നെ നമ്മുടെ വീട് പണി തുടങ്ങുമ്പോൾ മുതൽ ഈ അവസാനം വരെ നമ്മുടെ കൂടെ കട്ടക്ക് നിന്ന ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ചെയ്തു തന്ന ആളുകൾക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ആദ്യം പറയേണ്ടത് നമ്മുടെ കനോപ്പി ടീമിനെയാണ്. നമ്മുടെ താമരശ്ശേരിയിലുള്ള കനോപ്പി ആർക്കിടെക്ചർ, അജ്മൽ, ഇക്ബാൽ, രാജു, അവര് നമ്മുടെ എല്ലാ ഘട്ടത്തിലും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡിസൈൻ മുതൽ അതിൻ്റെ ഫിനിഷിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും
അവർ ഓരോ ആവശ്യം വരുന്ന എല്ലാ സമയത്തും അവർ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് പണിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അവർ പറയുന്ന എല്ലാ കാര്യവും ചിലപ്പോൾ നമ്മൾ സമ്മതിക്കില്ല. ഡിസൈൻ വൈസ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ സംഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ബഡ്ജറ്റ് വെച്ചിട്ടും അതിൻ്റെ മെയിൻ്റനൻസ് വെച്ചിട്ടൊക്കെ നമ്മളത് വേണ്ടാന്ന് പറയും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതൊക്കെ എല്ലാ വീട് പണിയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. എന്തായാലും അവർക്ക് ഒരു ഹ്യൂജ് താങ്ക്സ് ഉണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിച്ച് അതേപോലെ ഫിനിഷ് ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ അവരുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് അകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ വരെ ഫുള്ളാക്കി ചെയ്തു തന്നത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ബാച്ച് മേറ്റ് തന്നെ ആയിട്ടുള്ള സുനീബാണ് കേട്ടോ. നാട്ടിൽ തന്നെ ഉള്ളതാണ്, കൊട്ടപ്പള്ളി തന്നെ ഉള്ള ആളാണ് സുനീബിനും ഒരുപാട് വലിയ താങ്ക്സ്. പിന്നെ ഇതിൻ്റെ ഓരോരുത്തരുടെ അടുത്ത് പറയുമ്പോൾ ആരെങ്കിലും വിട്ടുപോയാൽ ക്ഷമിക്കും, അത്രേ ഉള്ളൂ. നമ്മളെ മറവി എന്ന് വിചാരിച്ചാൽ അവർ ക്ഷമിച്ചു. പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്ത് തന്നത് രതീഷ്, നമ്മുടെ സുഹൃത്താണ്, ഇവിടെ കൈരളി ഇവിടെ തന്നെ ഉള്ളതാണ്, കുടിയകുന്നത്തുള്ള. പിന്നെ ഫ്ലോറിൻ്റെ വർക്കും ചെയ്തത് അത് വേറൊരു രതീഷാണ്, നമ്മുടെ സുഹൃത്ത് രതീഷാണ്. ചുണ്ടോട്ടുകുന്നിൽ തന്നെയുള്ള രതീഷാണ് ഫ്ലോർ ചെയ്തു തന്നത്. പിന്നെ ഡോറും സംഭവങ്ങളൊക്കെ ചെയ്തത് നമ്മുടെ ജയ ഡോർസ്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ജയൻ, നമ്മുടെ സുഹൃത്താണ്, കോട്ടപ്പള്ളിയിലുള്ള ജയനാണ്. ഈ മെയിൻ ഡോർ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഡോറുകളും ജയനാണ് ചെയ്തു തന്നത്. ബാത്റൂമിൻ്റെ FRP ഡോറുകൾ വരെ ജയനാണ് ചെയ്തു തന്നത്. പെയിൻറ്റിങ് വർക്കൊക്കെ നമുക്ക് ചെയ്തു തന്നത് നമ്മുടെ അലനല്ലൂരുള്ള മദീന പെയിൻറ്റ്സ് ഉണ്ട്, നവാസ് ബ്രോ ആണ്. പിന്നെ വേറെ എന്താണ്, നമ്മുടെ മുറ്റം, നമ്മുടെ മുറ്റത്തെ ഗ്രാസ് നമ്മൾ പറഞ്ഞു, ഗ്രാസ് ചെയ്ത് തന്ന നമ്മുടെ ഷിബു ആണ് അലനല്ലൂരുള്ള. പിന്നെ മുറ്റത്തെ ഇന്റർലോക്ക് ബ്രിക്സ് കട്ട വിരിച്ച് തന്നത് നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് മുജീബ്, പുള്ളിയാണ് നമ്മുടെ കട്ടയൊക്കെ സെറ്റാക്കി തന്നത്. പിന്നെ നമ്മുടെ ഗേറ്റും കാർ പോർച്ചും ഒക്കെ അടക്കമുള്ള നമ്മുടെ ഈ ഇരുമ്പിലുള്ള പണികളൊക്കെ അല്ലേ, അതൊക്കെ ചെയ്തു തന്നത്, വെൽഡിങ് വർക്കുകളൊക്കെ ചെയ്തു തന്നത് നമ്മുടെ സുഹൃത്ത് പ്രതീഷാണ്, ഇവിടെ തന്നെ ഉള്ള ആളാണ്, തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് സ്ഥാപനം. അതുപോലെ നമ്മുടെ വീടിൻ്റെ മൊത്തം ഇലക്ട്രിഫിക്കേഷനും പ്ലംബിങ്ങും ചെയ്തു തന്നത് നമ്മുടെ സ്വന്തം ബാബു ആണ് കേട്ടോ. തിരുവിഴാങ്കുന്നിൽ നിന്നുള്ള ബാബുവാണ്, ബാബുവും ടീമും കൂടി. നമ്മൾ അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് തിരക്കുള്ള സമയത്തൊക്കെ നമ്മൾ വിളിച്ചിട്ടൊക്കെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് ബാബുവും ടീമും നമുക്ക് നമ്മുടെ ഇലക്ട്രിഫിക്കേഷനും പ്ലംബിംഗ് വർക്കുകളും എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു തന്നു. പിന്നെ നമ്മുടെ കുമാറണ്ണനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് നമ്മുടെ മെയിൻ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ചെറിയ ചെറിയ പടവുകളും അതിൻ്റെയൊക്കെ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങും അങ്ങനത്തെ ഒക്കെ കുറേ ചെറിയ ചെറിയ വർക്ക് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ചെയ്തു തന്നത്, അത് മതിലിൻ്റെ വർക്കുകളൊക്കെ ചെയ്തു തന്നത് നമ്മുടെ കുമാറണ്ണനാണ് കേട്ടോ. അണ്ണനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, എന്തോ ഒരു ആത്മാർത്ഥമുള്ള മനുഷ്യനാണെന്നറിയോ. പിന്നെ ഇപ്പോൾ ആരാണ്, നമ്മുടെ ഈ വിൻഡോകളുടെ ഗ്ലാസ് ഒക്കെ ചെയ്തു തന്നത് അനീസാണ് കേട്ടോ. ഉച്ചാരക്കടവാണ് ഷോപ്പുള്ളത്. പിന്നെ നമ്മുടെ കിണർ കുത്തി തന്നത് നമ്മുടെ സെയ്ദുക്കയാണ്. അതുപോലെ തന്നെ ആ കിണറിൻ്റെ റിങ് വർക്കൊക്കെ ചെയ്തത് നമ്മുടെ പൊൻപാറയുള്ള നാണിയാണ്. വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും തുടക്കം മുതൽ ഈ ഒരു ഘട്ടം വരെ നമ്മുടെ കൂടെ നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാം. ഒരുപാട് നന്ദി. പുതിയൊരു വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലേ. അപ്പോൾ അത് വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാൻ പറ്റുക എന്നുള്ളതും അത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെന്താ, അപ്പോൾ നമ്മൾ ആ ഒരു ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഭയങ്കര റിലാക്സേഷൻ ഉണ്ട്, ഭയങ്കര സന്തോഷം. ഇതുപോലെ ഒരു സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കുന്നതും ഇപ്പോൾ നമ്മൾ എന്താ പറയാ, ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ എന്തായാലും ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നം എല്ലാവരും തന്നെ പൂർത്തീകരിച്ച് കിട്ടട്ടെ എന്നും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതെ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.